മരണപ്പെട്ടു പോയ സജ്ജനങ്ങളെ നിങ്ങൾ പിൻപറ്റിയേക്കണം. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഫിത്നകൾ ഉണ്ടായേക്കാം, അവരുടെ അന്ത്യം മോശമായി പോയേക്കാം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ റോൾ മോഡൽ ഈ സമൂഹത്തിന്റെ മുൻ തലമുറകളിൽ കഴിഞ്ഞു പോയ മഹത്തുക്കളാണ്. ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന മൂല്യങ്ങൾ ഉണ്ടാവുകയും. ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ലക്ഷ്യങ്ങളില്ല എന്നതല്ല, നമ്മുടെ ലക്ഷ്യം വളരെ പരിമിതമായി പോയി എന്നതാണ്. Objectives are too easy to achieve. നമ്മൾ വളരെ ചെറിയ ലക്ഷ്യങ്ങളെ വെക്കുന്നുണ്ട് മുമ്പിൽ. പക്ഷേ if we set high objectives in life, നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളതെങ്കിൽ definitely we will succeed. നമുക്ക് വിജയിക്കാൻ കഴിയും തീർച്ചയായും. അതുകൊണ്ട് മുൻകാല സമൂഹങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം നമ്മൾ ഇവിടെ നടത്തുകയാണ്. ഈ സമൂഹത്തിന്റെ മുമ്പേ കഴിഞ്ഞു പോയ മഹാനായ ഖാദി ഹുസൈനാർ തങ്ങളുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് മഹതിമാർ, നമ്മുടെ മംഗമാർക്കും നമ്മുടെ പെണ്ണുങ്ങൾക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ്. അവരിലേക്ക് നമുക്ക് നിർത്തി നോക്കണം. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എവിടെയാണ് അവർ നിൽക്കുന്നത്? മഹദി ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ, ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീം അൽ ഖുറശിയ അൽ ആമിരിയ എന്നാണ് അവരുടെ പേര്. ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീം, ജാബിർ ഇബ്നു ഹകീം തങ്ങളുടെ മോൾ ഗസിയ റളിയല്ലാഹു അൻഹ. മഹദി മുസ്ലിമീങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. മക്ക കാലഘട്ടങ്ങളിൽ തിരുനബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടോർച്ചറിംഗ് ഉണ്ടായ, ഏറ്റവും വലിയ അതിക്രമങ്ങൾക്ക് തിരുമേനിയും അനുയായികളും വിധേയരാകേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ സത്യസന്ധയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരു മഹദിയ ഉമ്മു ശരീഖ് റളിയല്ലാഹു തആല അൻഹ. അവർ പറയുന്നു, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ അവരെന്നോട് ചോദിച്ചു, അൻതി അലാ ദീനി മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദ് നബിയുടെ മതത്തിലാണോ എന്ന് ചോദിച്ചു എന്ന്. ഞാൻ പറഞ്ഞു, ഈ വല്ലാഹ്, തീർച്ചയായും. അവര് പറഞ്ഞു, വല്ലാഹി ലനുഅദ്ദിബന്നക അദാബൻ ശദീദ, കടുത്ത പരീക്ഷണങ്ങൾക്ക് ഞങ്ങൾ വിധേയരാകും, നിങ്ങളെ ഞങ്ങൾ ശിക്ഷിക്കാൻ പോവുകയാണ്. ആരോട്? ഗസിയ ബീവിയോട് പറഞ്ഞു. അവരെന്ത് ചെറുപ്പക്കാരിയാണ്. അവര് പറഞ്ഞു, അവരെന്നെ പിടിച്ചുകൊണ്ടുപോയി. അവരെനിക്ക് ഭക്ഷിക്കാൻ തന്നത് ബ്രെഡും ഒരൽപ്പം തേനും, അൽ ഖുബ്സ വൽ അസൽ, തേനും തന്നു, ബ്രെഡും തന്നു, കുടിക്കാൻ വെള്ളം തന്നില്ല. എന്നെ കൊണ്ടവർ മരുഭൂമിയിലേക്ക് കടന്നു. ഞാൻ അവരുടെ കൂടെ പോവുകയാണ്. ഒട്ടകങ്ങളിൽ ഏറ്റവും പരുക്കനായ ഒരു ഒട്ടകത്തെ എനിക്ക് വേണ്ടി അവർ തിരഞ്ഞെടുത്തു. യാത്രക്ക് ഒരു സൗകര്യവുമില്ലാത്ത ആ ഒട്ടകപ്പുറത്ത് ഞാൻ പോവുകയാണ്. അവരെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നറിയില്ല. മരുഭൂമിയുടെ മധ്യത്തിലെത്തിയപ്പോ അവർ പറഞ്ഞു, നമുക്ക് ഇവിടെ താമസിക്കാം. അവർ ടെന്റ് കെട്ടി അവരതിന്റെ ഉള്ളിൽ താമസിച്ചു. എന്നെയും ഒട്ടകത്തെയും പിടിച്ചു കെട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഈ ത്യാഗമൊക്കെ? മുസ്ലിമായതിന്റെ പേര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേര്, മറ്റൊന്നുമല്ല. അങ്ങനെയൊക്കെ ഒരു ത്യാഗം ചെയ്യാൻ നമ്മളെ പെണ്ണുങ്ങൾക്കാകുമോ? ആ മഹദി പറയുന്നു, 3 ദിവസം അവരെന്നെ കെട്ടിവെച്ചു. കുടിക്കാൻ വെള്ളം തന്നില്ല. മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതിരുന്നാലുള്ള ഒരവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ. 3 ദിവസം. നമുക്ക് ഒരു ദിവസം നമ്മുടെ കേരളീയ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരു ദിവസം 3 ദിവസം എനിക്കവരെ വെള്ളം തരാതെ എന്നെ മരുഭൂമിയിൽ 3 ദിവസം വെയിൽ കൊള്ളിച്ചു. അവരുടെ ടെന്റിന്റെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചാൽ എന്നെ പുറത്തേക്ക്, എന്നെ മരുഭൂമിയിൽ കെട്ടിയിടുമോ? ഞാൻ വെയിൽ കൊള്ളുകയാണ്. 3 ദിവസം മരുഭൂമിയുടെ വെയിൽ കൊണ്ടു. ഗസിയ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു ശരീഖ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. മഹദി റളിയല്ലാഹു തആല അൻഹ. ഒരു പെണ്ണിന്റെ ആത്മധൈര്യം നമ്മൾ ആലോചിക്കണം. ആ മഹദി പറയുന്നു, അങ്ങനെ ഒരു ദിവസം മരുഭൂമിയിൽ ദാഹിച്ചവശയായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ മുമ്പിൽ വെള്ളത്തിന്റെ തണുപ്പ് വരുന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ്. അപ്പോ എനിക്ക് സ്വബോധം പോലും നഷ്ടപ്പെട്ട രീതിയിലാണ്. ഞാൻ പകുതി ജീവനോടുകൂടെ കിടക്കുകയാണ്. എന്റെ കാതും കണ്ണും ഒന്നും വർക്ക് ചെയ്യുന്നില്ല, തളർന്നിരിക്കുകയാണ്. 3 ദിവസമായി വെള്ളം കുടിച്ചു. ഒരു വെള്ളത്തിന്റെ കപ്പ് എന്റെ മുഖത്ത് വന്ന് തട്ടുന്ന പോലെ അതിന്റെ ഒരു തണുപ്പ് ഞാൻ അനുഭവിച്ചു. ഞാനതിൽ തൊട്ടു നോക്കി, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോ വെള്ളമുണ്ടതിൽ. ഞാൻ എന്റെ വായിലേക്ക് ഒഴിച്ചു.
എന്റെ ദാഹം തുറന്നപ്പോഴേക്കും അത് മേലോട്ട് ഉയർന്നു. ഞാൻ അപ്പോഴേക്കും കണ്ണു തുറന്നു, എനിക്ക് കാണാൻ പറ്റുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കെട്ടിവെച്ചിരിക്കുന്ന പോലെ. ഞാൻ ഒന്നുകൂടെ കടന്ന് തളർന്നു കിടക്കുകയാണ്. ഒരൽപ്പം വെള്ളം കിട്ടി ആശ്വാസത്തിലായിരുന്നു. വീണ്ടും ആ ബക്കറ്റ് എന്റെ മുഖത്ത് വന്നിങ്ങനെ മെല്ലെ തട്ടുന്നു. അതിന്റെ തണുപ്പ് ഞാൻ അതിൽ കയറി പിടിച്ചു. വെള്ളമുണ്ട്, ഞാൻ കുടിച്ചു. വീണ്ടും എന്റെ തലയിലേക്ക് വെള്ളമൊഴിച്ചു. എമ്പാടും ഞാൻ ഒന്ന് തണുത്തു. ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി. ഞാൻ അങ്ങനെ കിടക്കുമ്പോ എന്റെ ഭർത്താവിന്റെ കുടുംബക്കാർ, എന്റെ ഭർത്താവ് ഹിജറ പോയിരിക്കുകയാണ്, ഭർത്താവിന്റെ കൂടെ ഇല്ല. ഞാൻ ഒറ്റക്കായിരുന്നു മക്കയിൽ. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ എന്റെ കൂടെ വന്നു. അവർ ചോദിച്ചു, ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പെണ്ണെ, ഞങ്ങൾ കൊണ്ടുവന്ന തുച്ഛമായ വെള്ളം ആ പാത്രം കഴിച്ച് നീ അത് കുടിച്ചല്ലേ? മാത്രമല്ല നീ കുളിച്ചുമല്ലേ? ഈ മരുഭൂമിയിൽ എങ്ങനെ നിനക്ക് വെള്ളം കിട്ടി? ആ മഹദി പറഞ്ഞു, അല്ലാഹു തന്നതാണ്. അല്ലാഹു റബ്ബിന്റെ ശത്രുവേ എന്നവർ വിളിച്ചു ആ പെണ്ണിനെ, മഹദിയെ. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രു ഞാനല്ലല്ലോ. അള്ളാഹുവിന്റെ ശത്രു ആരാണ്? ഈ ലോകത്ത് ജീവിക്കാൻ, ശ്വസിക്കാനും ഭക്ഷിക്കാനും സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത പടച്ച തമ്പുരാൻ എന്ന കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനാണെന്ന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുത്ത സർവേശ്വരനായ ഏകനായ രക്ഷിതാവിനെ നിഷേധിക്കുന്ന നിങ്ങളല്ലയോ ശത്രുക്കൾ? ഞാനാണോ ശത്രു? നിങ്ങളാണ് അള്ളാഹുവിന്റെ ശത്രുക്കളെന്ന് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ അവര് പറഞ്ഞു. അള്ളാഹുവാണ് എനിക്ക് തന്നിരിക്കുന്നത്, അള്ളാഹുവാണ് ആ വെള്ളം തന്നത്. അവനല്ലേ പറഞ്ഞത്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅ. കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, പ്രയാസങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാൾ ദുആ ചെയ്യുമ്പോ അവനല്ലയോ ഉത്തരം നൽകുന്നത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. എന്റെ ആളുകൾ എന്നെ പറ്റി ചോദിക്കുമ്പോ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം, നബിയെ ഇന്നി ഖരീബ്, ഞാൻ വളരെ അരികത്തുണ്ട്. ഇത് പറഞ്ഞവനല്ലയോ അല്ലാഹു. ആ റബ്ബാണ് എനിക്ക് മരുഭൂമിയിൽ വെള്ളം തന്നത്. മുഅ്ജിസത്തായിരുന്നു. സ്വഹാബത്തിന്റെ കറാമത്തുകളിൽ, സ്വഹാബത്തിന് സംഭവിച്ച കറാമത്തുകളിൽ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ച ഈ വെള്ളത്തെ സംബന്ധിച്ച് ആലിമീങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അത്ഭുതമായിരുന്നു അത്. അവര് പറഞ്ഞു, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഓടിച്ചെന്ന് ടെന്റിലേക്ക് നോക്കുമ്പോ അവർ കൊണ്ടുവന്ന വെള്ളമൊക്കെ അതുപോലെ തന്നെ ബാക്കിയുണ്ട്, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവര് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ കാനല്ലദീ റസഖകില്ലാഹ്, അല്ലാഹുവാണ് നിനക്ക് വെള്ളം തന്നതെങ്കിൽ ആമന്നാ ബില്ലാഹ്, ആ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ നിന്റെ മതത്തിലാണ്, നിന്റെ കൂടെയാണ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ഇവിടെ ഇങ്ങനൊരു അത്ഭുതം ചെയ്തു തരാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ 3 ദിവസം കഷ്ടപ്പാട് സഹിച്ചതിന്റെ പിന്നിൽ 7ഓളം വരുന്ന ചെറുപ്പക്കാർ, സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളും കുടുംബക്കാരും 7ഓളം പേർ മരുഭൂമിയിൽ വെച്ച് കലിമ ചൊല്ലുകയും അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് ഹിജ്റ പോവുകയാണ് നബിയെ കാണാൻ മദീനയിലേക്ക്. 7 കുടുംബങ്ങൾക്ക് ഇസ്ലാം കിട്ടിയത് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ എന്ന ഒരു മഹദിയുടെ അവരുടെ നേരായ രീതിയിലുള്ള പിടിച്ചു നിർത്തമാണ്. ചാഞ്ചല്യമില്ലാതെ, ചാഞ്ചാട്ടങ്ങളില്ലാതെ അല്ലാഹുവിന് വേണ്ടി സഹിച്ച ത്യാഗം. നമ്മൾ വല്ലതും സഹിക്കുന്നുണ്ടോ? നമ്മൾ എന്ത് സഹിച്ചു? നമ്മുടെ ഭർത്താക്കന്മാർ, അവരുടെ കുടുംബക്കാർ എന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലേ? ഈമാനിന്റെയും അഖീദയുടെയും പേരിൽ ആരെങ്കിലും ഇടപെടാറുണ്ടോ? ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, क्या फिर किसी का इम्तिहान मक़सूद है. അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ ആരാണ് തയ്യാറുള്ളത്? പിന്നെ വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ വന്നത് ഭക്ഷിക്കാനും ഭുജിക്കാനും ഉറങ്ങാനും സുഖിക്കാനുമല്ലല്ലോ. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇല്ലാ ലിയഅ്ബുദൂൻ, രക്ഷിതാവായ അള്ളാഹുവിനെ കണ്ടെത്താനാണ് എന്റെ വിശ്വാസം. ഞാൻ എന്തിനെ ആരാധിക്കുന്നു? എന്താണ് എന്റെ വിശ്വാസം? എന്റെ മതമേതാണ്? ആരാണ് എന്നെ പടച്ചുവിട്ടവൻ? എന്റെ സ്രഷ്ടാവാരാണ്? ഇത് മനസ്സിലായില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ എന്ത് വിലയാണുള്ളത്? എന്ത് വിലയാണുള്ളത്? കോടാനുകോടി ദൈവങ്ങളാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നടത്തിയതെങ്കിൽ മനുഷ്യയുക്തിക്ക് പോലും മനസ്സിലാവാത്ത ഈ സിദ്ധാന്തം ഞാൻ എന്തിന് കൊണ്ടു നടക്കണം? ആരാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് പഠിപ്പിച്ചു തരാൻ ആയിരക്കണക്കായ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടിട്ട് ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് ജീവിതത്തിനർത്ഥം? എന്താണ് ജീവിതത്തിനർത്ഥം?
ആ അർത്ഥം മനസ്സിലായപ്പോഴാ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ടത്, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചുവല്ലോ. പാറക്കല്ലൊക്കെ ദേഹത്ത് കയറ്റി വെച്ചു എന്നാണ്. നമ്മൾ ചില അഡ്വഞ്ചർ കാണാറുണ്ട്. ചില ആളുകളൊക്കെ വാഹനങ്ങളൊക്കെ ദേഹത്തുകൂടി ഇടിച്ചു കയറ്റി കൊണ്ടുപോകുന്നു, കടന്നു കൊടുക്കുകയാണ്. എത്രയോ ഭാരമേറിയ ടൺ കണക്കിന്, ക്വിന്റൽ കണക്കിന് ഭാരങ്ങളൊക്കെ ചുമഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവും അവരുടെ ചില സിദ്ധികളുമൊക്കെ കാണിച്ച് പ്രൈസുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്തത് ഒരു പ്രൈസിന് വേണ്ടിയാണ്. അത് ജന്നഹ്, സ്വർഗ്ഗമാണ്. വലിയ ത്യാഗം ചെയ്തില്ലേ? ചുവന്ന മരുഭൂമിയിലെ ചൂടുള്ള ആ ഒരു മണലിൽ കിടത്തിയത് തന്നെ പോരെ. പിന്നെയാണ് പാറക്കല്ല് വെച്ചത്. എന്നിട്ടും പറഞ്ഞു അഹദെന്ന്. അഹദ്, അല്ലാഹു ഏകനാണ്. കൈഫ തഹമ്മൽത കുല്ല ഹാദൽ അദാബ്, ബിലാലെ എങ്ങനെയാ നിങ്ങൾ ഇതൊക്കെ സഹിച്ചത്? ആളുകൾ ചോദിച്ചു, എങ്ങനെയാ ബിലാലെ നിങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റിയത്? എങ്ങനെ സഹിക്കാൻ പറ്റിയത്? നമുക്ക് പള്ളിയിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ ആ പള്ളിക്ക് നമ്മൾ അങ്ങനെയാ. ഏതെങ്കിലും ഒരാളോടൊരു പിണക്കുണ്ടെങ്കിൽ അയാൾ പോകുന്ന പള്ളിക്ക് ഇയാൾ വരുന്നില്ല. കമ്മിറ്റിയുമായി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വഴിക്ക് നമ്മളില്ല. അള്ളാഹുവിനെ മാറ്റിവെച്ചു. നമ്മൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്? ആർക്കാണ് ഈ ജീവിക്കുന്നത്? കൈഫ തഹമ്മൽത കുല്ല ഹാദൽ അദാബ്, ബിലാലെ എങ്ങനെയാ ഇതൊക്കെ സഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായത്? അതിന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. മുസിജത് ഹലാവത്തുൽ ഈമാനി ബിമറാറത്തിൽ അദാബ് ഫതഗത് ഹലാവത്തുൽ ഈമാൻ. തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട വാക്കുകളാണിത്. മുസിജത് ഹലാവത്തുൽ ഈമാനി ബിമറാറത്തിൽ അദാബ്, ഈമാനിന്റെ മധുരം, ഈമാനിന്റെ മധുരം ശിക്ഷയുടെ കയ്പുമായി കൂട്ടിക്കലർത്തിയപ്പോൾ ഈമാനിന്റെ മധുരമാണ് മുൻകടന്നത്. ഈമാനിന്റെ മധുരം ഒന്ന് കൂടിയപ്പോ ശിക്ഷയുടെ കയ്പ് ഞാൻ അറിഞ്ഞില്ല എന്ന് ബിലാൽ ഇബ്നു റബാഹ് ആ മഹാനുഭാവന പറഞ്ഞത്. മരണം ആസന്നമായപ്പോ എന്റെ സങ്കടമേ, വിയോഗമേ, ബിലാലെ നിങ്ങൾ എന്നെ വേർപിരിയുകയാണോ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കരഞ്ഞപ്പോഴാ ബിലാൽ തങ്ങളുടെ മറുപടി, എന്തിനാ പെണ്ണേ നീ കരയുന്നത്? വാ ത്വറബാ, എന്റെ ആനന്ദമേ, നാളെയല്ലയോ ഞാൻ മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും കാണാൻ പോകുന്നത്. ആനന്ദമേ, എനിക്ക് സന്തോഷമാണ് മരിക്കാനെന്ന് നമുക്ക് പറയാൻ കഴിയോ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് കൊടുത്തിട്ടുണ്ടോ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, സ്വഹീഹ് ബുഖാരിയിൽ കാണാം. മൂന്ന് കാര്യങ്ങളുണ്ട് മൻ കുന്ന ഫീ, അത് ജീവിതത്തിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മൂന്ന് വിഷയം, അത് ഹൃദയത്തിലാണ്. സമ്പാദിച്ചുണ്ടാക്കേണ്ട പൈസയല്ലത്, ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ട മൂന്ന് വിഷയം. ആ മൂന്നെണ്ണം നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മുതലാളിമാരാണ്. കയ്യിൽ കാശില്ലെങ്കിലും നമ്മൾ റബ്ബിന്റെ കണക്കിൽ മുതലാളിമാരാണ്. മൂന്നെണ്ണം, അത് മൂന്നനുഭവിക്കുന്ന ആളുകൾക്ക് ഈമാനിന്റെ മധുരമറിയാം. ഈമാനിന്റെ ഒരു മധുരമുണ്ട് അവർക്കറിയാൻ പറ്റും. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹും റസൂലും കഴിച്ചിട്ടേ ബാക്കി എന്തിനോടും സ്നേഹമുള്ളൂ. സ്നേഹം ആരോട്? അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും. പ്രേമം ആരോട്? കൂടെ കണ്ടവളെയോ അല്ലെങ്കിൽ അങ്ങാടി വിട്ട് പരിചയപ്പെട്ടവളെയോ ഷോപ്പിലേക്ക് നിരന്തരം കയറി വരുന്നവളെയോ അല്ല. പ്രേമം ആരോട്? അല്ലാഹുവിനോട് സ്നേഹം, അല്ലാഹുവിനോടുള്ള പ്രേമം. സഹോദരിമാരെ, ഖൽബ് അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ? അവിടെ ഇടം റബ്ബിന് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണ്. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്, ഒരു പെണ്ണൊരു സഹോദരിയെ സ്നേഹിക്കുന്നത്, ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോ റബ്ബിന് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു. സ്നേഹം അല്ലാഹുവിന് വേണ്ടി നല്ല നിലയ്ക്ക് ജീവിക്കുമ്പോൾ അവരോട് എന്തെന്നില്ലാത്ത സ്നേഹം. അവർക്ക് എന്ത് ജോലിയായിക്കോട്ടെ,
അവരുടെ ജീവിത ചുറ്റുപാടുകൾ എന്തോ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന ഒരാളോടൊരു സ്നേഹം. അങ്ങനെ നമുക്കൊരു മുസ്ലിമായ ഒരു കൂട്ടുകാരൻ, ഇതൊരു പെണ്ണൊരാണിനെയോ ഒരാണ് ഒരു അന്യ പെണ്ണിനെയോ പ്രേമിക്കുന്ന പ്രേമമല്ലല്ലോ. സത്യവിശ്വാസികളുടെ ഈമാനിൽ കടഞ്ഞെടുത്ത പ്രേമം. രണ്ട് വിഷയത്തെ പ്രേമമാണ്, സ്നേഹമാണ്. ഒന്ന് ആദ്യം പറഞ്ഞ എന്താ? അള്ളാഹുവിനോടും റസൂലിനോടുമാണ് സ്നേഹം. അത് കഴിച്ചിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. അപ്പൊ ഏതൊരു വിഷയത്തിലും ഇടപെടുമ്പോ ഇതെന്റെ റബ്ബിന് ഇഷ്ടമാവുമോ? കുഞ്ഞുങ്ങൾക്ക് എല്ലാം വാങ്ങിക്കുമ്പോൾ എന്റെ കുട്ടികൾക്ക് ഇഷ്ടാവോ? ഈ മിഠായി ടേസ്റ്റ് അവർക്ക് പിടിക്കോ? ഈ ഡ്രസ്സ് അതിന്റെ കളർ അവർക്ക് ഇഷ്ടപ്പെടോ? ചിന്തിക്കാറില്ലേ? എന്റെ റബ്ബ് ഞാൻ ചെയ്യുന്ന പണി എന്റെ റബ്ബിന് ഇഷ്ടമാകുമോ? അങ്ങനെ നമ്മുടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിനോടും റസൂലിനോടും ഒരു സ്നേഹമുണ്ടോ? മറ്റൊന്ന്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ, ഒരു മുസ്ലിമത്ത് ഒരു മുസ്ലിമത്തിനെ ഇഷ്ടപ്പെടുന്നു. എന്തിന്? ലില്ലാഹ്, റബ്ബിന് വേണ്ടി. ഒരു സഹോദരി സഹോദരി ഇഷ്ടപ്പെടുന്നു. എന്തേ? ഖവ്വാമത്തുൻ ബില്ലൈൽ സവ്വാമത്തുൻ ബിന്നഹാർ. അവൾ രാത്രി നിസ്കരിക്കുന്ന പെണ്ണാണ്, പകല് നോമ്പെടുക്കുന്ന പെണ്ണാണ്, സത്യസന്ധയാണവൾ. അവൾ ഗീബത്തും നമീമത്തും പരദൂഷണം പറയുന്ന പെണ്ണല്ല. അവൾ ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നവളല്ല. അവളുടെ വായിൽ നിന്ന് അരുതാത്തതൊന്നും ഞാൻ ഇതുവരെ കേട്ടില്ല. അവളോടൊരു സ്നേഹം, ആ സ്നേഹം കൊണ്ട് ഈ പെണ്ണിന് ഈമാനിന്റെ മധുരം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനെ നിങ്ങൾക്ക് ഇഷ്ടമായി. എന്തുകൊണ്ട്? ആ മുഅ്മിനായ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ, പ്രായമെന്തോ ആകട്ടെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, റബ്ബിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്, ജീവിതത്തിൽ ഹലാലും ഹറാമും നോക്കുന്ന ആളാണ്, സൂക്ഷ്മതയുള്ള ആളാണ്. ആ ആളിനോട് നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹം നിങ്ങൾക്ക് ഈമാനിന്റെ മധുരം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ? أن يعود في الكفر بعد أن أنقذه الله كما يكره أن يقذف في النار. മുസ്ലിമാവാൻ ഭാഗ്യം നൽകിയതിൽ പിന്നെ മുസ്ലിമായ ഉമ്മക്കോ ബാപ്പക്കോ ജനിക്കാനുള്ള ഭാഗ്യമുണ്ടായതിൽ പിന്നെ ഇനി അവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല. ഇനി ഞാൻ ബഹുദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോവില്ല. മുസ്ലിമാവാനുള്ള ഭാഗ്യം അല്ലാഹു തന്നതിന്റെ ശേഷം ഇനി ഞാൻ എന്റെ പഴയ വിശ്വാസത്തിലേക്ക്, ബഹുദൈവ ആരാധനയിലേക്ക് ഞാൻ ഇനി തിരിച്ചു പോവില്ല. എങ്ങനെ നീ വെറുക്കുന്നത്? എങ്ങനെയാണ് നീ അത് ചിന്തിക്കുന്നത്? തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ എങ്ങനെയോ നിങ്ങൾ അത് വെറുക്കുന്നത്, അതുപോലെ തീയിലെറിയപ്പെടാൻ വെറുക്കുന്ന പോലെ ഇനി ഞാൻ എന്റെ അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോവില്ല എന്ന് ശഠിക്കുന്ന, അങ്ങനെ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഈമാനിന്റെ മധുരമറിയാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ ഹജ്ജ് ചെയ്തു ഉംറ ചെയ്തൊന്നുമല്ല ഇപ്പൊ പറഞ്ഞത്. എന്താ? മൂന്നേ സ്നേഹമാണ്. ഇത് മൂന്നും, ഒന്ന് അള്ളാഹുവിനെ സ്നേഹിച്ചു, നബിയെ സ്നേഹിച്ചു. മറ്റൊന്ന് ഒരു വ്യക്തിയെ സ്നേഹിച്ചു അള്ളാഹുവിന് വേണ്ടി. ഹറാമായ പ്രേമത്തെ പറ്റി അല്ല ഈ പറയണമെന്ന് പ്രത്യേക അടിവരയിട്ട് മനസ്സിലാക്കി. മൂന്നാമത്തേത് എന്താ? ഇനി ഞാൻ അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോവില്ല. ഇത് കുറെ മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രേമത്തിന്റെയും അനുരാഗത്തിന്റെയും പേര് പറഞ്ഞ് ജാതിയും മതവും നോക്കാതെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വന്തം കുടുംബത്തെയും വലിച്ചെറിഞ്ഞ് എന്നെ പ്രേമിച്ചവന്റെ കൂടെ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഉമ്മ ഉപ്പ എന്ന് അവരുടെ മുമ്പിൽ മുഖത്ത് നോക്കി നിർലജ്ജം കോടതിക്ക് മുമ്പിൽ പറയാൻ ചെങ്കൂറ്റമുള്ള ധാർഷ്ട്യമുള്ള കുഞ്ഞുങ്ങൾ, ധിക്കാരമുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നൊരു ലോകത്താ ഈ ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പോകില്ല അവിശ്വാസത്തിലേക്ക്. എങ്ങനെ? അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ ശേഷം ഒരു പ്രേമത്തിന്റെ തണലിൽ ഞാൻ നരകത്തിലേക്ക് പോകാൻ ഒരുക്കമല്ല എന്ന് നിങ്ങളുടെ കൽബിലുണ്ടോ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഒരു പ്രേമക്കൊരു കേസ് വന്നാൽ അവരുടെ ജാതിയും മതവും അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരിക്കും, അവൾക്ക് വേണ്ടി അവളെ കൂടെ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ അവളുടെ കൂടെ മതം മാറി പോവാനോ ഒരു ടെൻഡൻസിയോ ഒരു സന്നദ്ധതയോ എവിടെയെങ്കിലും കൽബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മധുരം നിങ്ങൾക്കറിയാൻ കഴിയില്ല, ദീനിന്റെ മധുരം നിങ്ങൾക്കറിയാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറയുന്നത് ലൈസ ബിത്തമന്നി വലാ ബിത്തഹല്ലി. വിശ്വാസം എന്ന് പറയുന്നത് പ്രതീക്ഷയല്ല. വിശ്വാസം എന്ന് പറയുന്നത് ആഭരണമായി അണിയാൻ കഴിയുന്ന ഒരു സംഗതിയുമല്ല.
വിശ്വാസം എന്നത് മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ആണ്ടുപൂണ്ട് കിടക്കുന്നത്, വസദ്ദഖഹുൽ ലിസാൻ, നാവ് സത്യസന്ധമാക്കുന്നത്, വഅമലത് ബിഹിൽ ജവാരിഹു വൽ അർകാൻ, മനുഷ്യ അവയവങ്ങളെ കൊണ്ട് അത് സാധൂകരിക്കാൻ കഴിയുന്നത്, യസീദു ബിത്വാഅ, സൽക്കർമ്മം കൊണ്ട് വർദ്ധിക്കുന്നതാണ്, വയൻഖുസു ബിൽ അശ്യാൻ, തിന്മ ചെയ്താൽ കുറഞ്ഞു പോകുന്നതുമാണ് വിശ്വാസം എന്ന് പരിശുദ്ധ ദീനിന്റെ ഉലമാ പഠിപ്പിച്ചു. അതാണ് ഈമാൻ. എന്താണ് വിശ്വാസം എന്നത്? ചീലുംകോലും ഡ്രസ്സൊക്കെയാണോ? മാ വഖറ ഫിൽ ഖൽബ്, അത് കിടക്കുന്നത് ഖൽബിന്റെ ഉള്ളിലാണ്. മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ ലിസാൻ, അത് നാവ് കൊണ്ട് സത്യസന്ധമായി പറയുകയും, വഅമിലത് ബിഹിൽ ജവാരിഹു വൽ അർകാൻ, വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവരല്ല, കർമ്മങ്ങൾ ചെയ്യുന്നവരെ. യസീദു ബിത്വാഅ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും തോറും ഈമാനിന്റെ വെളിച്ചം കൂടുന്നുണ്ട്. വയൻഖുസു ബിൽ അശ്യാൻ, തിന്മ ചെയ്യുമ്പോൾ ഈമാനിന്റെ വെളിച്ചം കുറഞ്ഞു പോകുന്നുണ്ടെന്ന് മഹാന്മാർ വിശ്വാസത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ മുമ്പിൽ വരുന്നു ആയിഷത്തു ഖദീജത്ത് റളിയല്ലാഹു അൻഹാ. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട് ഹദീസ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അച്ചാനി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലാഖ എന്റെ മുമ്പിലേക്ക് വന്നു. ഫഖാല, എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹാദിഹി ഖദീജ, ഖദീജ ഇദാ വരുന്നു നബിയേ, അച്ചച്ചക്ക അങ്ങയുടെ മുമ്പിലെത്തിയിരിക്കുന്നു. വമഅഹാ ഇനാഉൻ ഫീഹി തുആമുൻ വശറാബ്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവുമായി ഖദീജ വരുന്നുണ്ട് നബിയേ. فإذا هي أتتك فقرأ عليها من ربها السلام ومني. ഖദീജ ബീവി വന്നാൽ ബീവിയോട് അല്ലാഹുവും അവന്റെ ദൂതനായ ഞാനും സലാം പറഞ്ഞിരിക്കുന്നുവെന്ന് നബിയെ ഖദീജയോട് പറയണേ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സലാം കൊടുത്തയച്ചിട്ടുണ്ട് അല്ലാഹു. എന്തൊരു ഭാഗ്യമാണത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖദീജ ബീവി, നിങ്ങൾ സന്തോഷിച്ചോളൂ, ബിബൈത്തിൻ ഫിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വീടുണ്ട് ഖദീജ ബീവി. മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ, മനോഹരമായ മുത്തുകളാൽ സജ്ജീകരിക്കപ്പെട്ട ഒരു വീടുണ്ട് നിങ്ങൾക്ക്. അനാവശ്യങ്ങൾ കേൾക്കേണ്ടി വരാത്ത, ബഹളങ്ങളില്ലാത്ത, ശാന്തമായ സുന്ദരമായ ഒരു വീട് ബീവി നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് മുത്തുനബി തങ്ങൾ തന്നെ ഖദീജ ബീവിയോട് റളിയല്ലാഹു അൻഹാ. എന്തുകൊണ്ടാണ് ഖദീജ ബീവിക്ക് സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷവാർത്ത ഇവിടെ തന്നെ ലഭിക്കാൻ കാരണം? എന്തേ ഖദീജ ബീവിക്ക് അല്ലാഹുവിന്റെ സലാം ലഭിക്കാൻ കാരണം? ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ആയിത്തിറങ്ങിയപ്പോ മുത്തുനബിയോടുകൂടെ രാത്രി മുഴുവനോളം, രാത്രിയുടെ 2/3 ഭാഗം നിന്ന് നിസ്കരിച്ച മഹതിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قم الليل يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ, ഖുമില്ലൈല ഇല്ലാ ഖലീല, രാത്രി നിസ്കരിക്കണം നബിയേ, കുറച്ചു നേരം ഉറങ്ങിയാൽ മതി. നിസ്ഫഹു, രാത്രിയുടെ പകുതിയോളം നിസ്കരിക്കണം നബിയേ. അവിൻഖുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ ഒരൽപ്പം, പകുതിയിൽ ഒരൽപ്പം കുറയാം, അത്രക്ക് നിസ്കരിക്കണം. ഔസിദ് അലൈഹി, അല്ലെങ്കിൽ പകുതിയേക്കാളും ഇച്ചിരി കൂടിക്കോട്ടെ നബിയേ, രാത്രി നിങ്ങൾക്ക് മുഴുവൻ ഉറങ്ങാനുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. ആ ആയത്തിനെ പ്രയോഗവൽക്കരിച്ച മഹതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മുത്തുനബിയോടൊപ്പം 3 കൊല്ലമാ രാത്രിയിൽ ഏതാനും മിനിറ്റുകളല്ലാതെ ബാക്കി മുഴുവൻ സമയം നിസ്കാരത്തിന് വേണ്ടി ചെലവഴിച്ചത്. ആ ബീവിക്ക് ഇത് കിട്ടൂലേ? അങ്ങനെയാണ് നബിയോടൊപ്പം ഏതാനും ചില സ്വഹാബിമാർ 12 മാസമാണ് നബി തങ്ങളും അവിടുത്തെ സ്വഹാബികളും ഇങ്ങനെ നിസ്കരിച്ചത്. ഖദീജ ബീവിയും റളിയല്ലാഹു അൻഹ 12 മാസം, 1 വർഷത്തോളം രാത്രിയിലെ ഉറക്കം പരമാവധി ചുരുക്കിയിട്ട് നിസ്കാരമായിരുന്നു. ആളുകൾക്ക് വിഷമമായി, കാലുകളിൽ നീര് വന്ന് വീർക്കാൻ തുടങ്ങി, കാലുകൾ നിവർത്തി നിൽക്കാൻ പറ്റാത്ത അത്രക്ക് ക്ഷീണമായി വന്നപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കുന്നത്, മതി നബിയെ ഒരുപാടായല്ലോ,
إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن إن ربك يعلم അങ്ങയുടെ രക്ഷിതാവിനറിയാം നബിയെ أنك تقوم الله സഹോദരന്മാരൊക്കെ ഉണ്ട് അവിടെ അല്ലേ. അപ്പോ ബാങ്ക് കൊടുത്തോണ്ട് എന്റെ നിസ്കാരം കഴിഞ്ഞതാണ്, യാത്രക്കാരനായതുകൊണ്ട് ആ ആനുകൂല്യം ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ജമാഅത്ത് അതിന്റെ സമയത്ത് തന്നെ പള്ളിയിൽ നടക്കും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആളുകൾ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. പിന്നെ എന്തായാലും കൂടുതൽ സമയമൊന്നും മുമ്പിലില്ല, അതുകൊണ്ട് ഒരു ഇൻഷാ അല്ലാഹ് ഒരു 40 മിനിറ്റ് കൂടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നബിയെ അല്ലാഹുവിനറിയാം അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ, രാത്രിയുടെ 2/3 മൂന്നിൽ 2 ഭാഗവും നബിയെ നിങ്ങൾ നിസ്കരിക്കുകയാണെന്ന് റബ്ബ് അല്ലാഹുവിനറിയാം. രാത്രിയുടെ പകുതി തന്നെ അങ്ങയുടെ കൂടെയുള്ള ഒരു സംഘം ആളുകളും അള്ളാഹു പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടെന്ന് റബ്ബിനറിയാം നബിയെ. വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ, രാവിനും പകലിനും കൃത്യമായ സമയം നിർണയിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. രാത്രിയും പകലും ഇവിടെ കൊണ്ടുവരുന്നത് അല്ലാഹുവാണ്. അലിമ അല്ലൻ തുഹ്സൂഹ്, ഇത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പ്രയാസമുണ്ടെന്ന് റബ്ബിനറിയാം നബിയെ. ഫതാബ അലൈക്കും, അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത്ര നിങ്ങൾ രാത്രി നിസ്കരിച്ചേക്കണേ. ഇത്ര കൃത്യമായി ചെയ്യണം എന്ന ആ നിർദ്ദേശം അല്ലാഹു പിൻവലിക്കുന്ന ഒരു ആയത്താണിത്. ഇങ്ങനെ ഒരു ആയത്തിന്റെ അവതരണം വരെ കൃത്യമായും അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നിസ്കരിച്ച മഹദിയല്ലയോ ഖദീജ റളിയല്ലാഹു അൻഹ. നമ്മുടെ പെണ്ണുങ്ങൾ ആ മഹദിയിലേക്കൊന്ന് നോക്കുന്നുണ്ടോ? അത് നമ്മുടെ റോൾ മോഡൽ അല്ലയോ? മുത്തനബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് വിശ്വസിച്ച മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഹബീബ് പറയുമായിരുന്നല്ലോ, ആമനത് ബി യൗമ കഫറ ബിന്നാസ്, ജനങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ജനങ്ങൾ എന്നെ അട്ടിയോടിച്ചപ്പോ എനിക്ക് അഭയം തന്നവളാണ് ഖദീജ. ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോ എന്നെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവൾ എന്റെ ഭാര്യ ഖദീജയായിരുന്നല്ലേ. ജനങ്ങൾ എന്നെ ബുദ്ധിമുട്ടാക്കിയപ്പോ സ്വന്തം കയ്യിലെ സമ്പത്തെടുത്തുകൊണ്ട് ഈ ദീനിനെ സഹായിച്ചവളാണ് എന്റെ ഭാര്യ ഖദീജ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് ഇത്രയേറെ ത്യാഗം ചെയ്തു കൊടുത്തൊരു മഹദിയോട് അല്ലാഹു സലാം പറഞ്ഞതിൽ അത്ഭുതം തോന്നാനുണ്ടോ?
സിദ്ദീഖ് തങ്ങളുടെ മുകളിലേക്ക് വരാം. ആകാശലോകത്തു നിന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹ നിരപരാധിയാണെന്ന് അല്ലാഹു സൂറത്തുൽ നൂറിൽ ആയിച്ചിറക്കിയ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് ബന്ധുവായ ഖാസിം എന്നവർ പറയുന്നത് കാലം മുഴുവനും നോമ്പെടുത്തിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. വളരെ ചെറുപ്പക്കാരിയല്ലേ, 18-19 വയസ്സല്ലേ ഉള്ളൂ. ഹബീബ് ലോകത്തോട് ഇവിടെ പറയുമ്പോ അവിടെ നിന്നങ്ങോട്ട് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇൽമു പഠിപ്പിച്ചത്. ഒരുപാട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലേ. കാലം മുഴുവനും നോമ്പെടുത്തിരുന്ന സുന്നത്ത് നോമ്പെടുത്തിരുന്ന മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഖാസിം എന്നവർ പറയുന്നുണ്ട്, എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചാൽ ഞാൻ ആയിഷ ബീവിയുടെ എന്റെ ബന്ധുവല്ലേ, ആയിഷ ബീവിയുടെ വീടിന്റെ അരികിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകും. ബീവിയോടൊന്ന് സലാം പറയും. ഒരു ദിവസം ഞാൻ നിസ്കാരം കഴിഞ്ഞ് നടന്നു വരുമ്പോ ബീവി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. ആയിഷ ബീവി ഓതുന്നത് ഞാൻ കേട്ടു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമ്മളോട് അനുകമ്പ കാണിച്ചുവല്ലോ. വവഖാനാ അദാബസ്സമൂം, നരകത്തിന്റെ കത്തിയാളുന്ന ചൂട് നമുക്ക് ഏൽക്കാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ, ലോകത്ത് മരണത്തിന് മുമ്പേ ഒരുപാട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തവരല്ലോ. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അവനാണല്ലോ ഉപകാരം ചെയ്യുന്നവൻ, റബ്ബാണല്ലോ കാരുണ്യം ചെയ്യുന്നവൻ. ഈ ഒരു ആയത്ത് സത്യവിശ്വാസികൾ സിറാത്ത് പാലം കടന്നു കഴിഞ്ഞാൽ, നരകം ബാക്കിലായി കഴിഞ്ഞാൽ പറയുന്ന വാക്കാണിത്. അല്ലാഹു ഇതൊക്കെ പറയാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, എപ്പോഴാ നമ്മൾ ചിരിക്കുക, മനസ്സറിഞ്ഞു ചിരിക്കൽ എപ്പോഴാ? പറഞ്ഞു, ഒരു കാല് സ്വർഗത്തിൽ ഒരു കാല് ഇപ്പുറത്തും ആകുമ്പോ നമുക്ക് ചിരിക്കാം, അപ്പോഴത് ഉറപ്പാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. സിറാത്ത് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പറയും, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, നരകത്തിന്റെ കത്തിയാളുന്ന തീജ്വാലകൾ ഞങ്ങളിലേക്ക് ഏൽക്കാതെ നീ ഞങ്ങളെ സംരക്ഷിച്ചുവല്ലോ സൃഷ്ടാവേ. അല്ലാഹുവേ, നീ ഞങ്ങളെ സംരക്ഷിച്ചുവല്ലോ എന്ന ആ വചനം ആ രാവിലെ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ഓതുന്നുണ്ട്. ഞാൻ ഒരുപാട് നേരം അവിടെ നിന്നു. അവർ ഓതുന്നുണ്ട്, കരയുന്നുണ്ട്, വീണ്ടും അത് തന്നെ ഓതുന്നുണ്ട്. ഞാൻ ഒരുപാട് കാത്തുനിന്ന് സലാം പറയാനാ വരുന്നത്. ഒരുപാട് നേരം കാത്തുനിന്നു, കഴിയുന്നില്ല. അങ്ങാടിയിൽ പോയി എന്റെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ആയിഷ ബീവി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേ ആയത്തോടി കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഖാസിം റളിയല്ലാഹു അൻഹു. فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون. ഈ ഒരു ആയത്ത് ഓതി പരലോകത്തിന്റെ ചിന്തയിൽ മതിമറന്നുപോയി കരഞ്ഞുകൊണ്ട് മഹദി റളിയല്ലാഹു അൻഹു ഓതുന്നത് ഞാൻ കണ്ടുവന്ന് ഖാസിം റളിയല്ലാഹു അൻഹു. സഹോദരിമാരെ, നമുക്ക് ഇങ്ങനെ ഒരു നേരമുണ്ടോ അല്ലാഹുവിനെ ഓർക്കാൻ? ഫാറൂഖ് തങ്ങളുടെ മോളുണ്ട്, ഹഫ്സ ബിൻതുൽ ഫാറൂഖ്. ഉമർ തങ്ങളുടെ മോളുണ്ട്, നബിയുടെ ഭാര്യയാണത്. ഹഫ്സ ബീവിയെ സംബന്ധിച്ച് മുത്തുനബിയോട് അല്ലാഹു പറഞ്ഞുവല്ലോ, ഖാല ജിബ്രീൽ, ജിബ്രീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, റാജ ഹഫ്സ, ഹഫ്സ ബീവിയെ ത്വലാഖ് ചൊല്ലരുത് നബിയെ, അവരെ നിങ്ങൾ സ്വീകരിക്കണം. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, രാത്രി ഒരുപാട് നിസ്കരിക്കുന്നവരും ഒരുപാട് പകലിൽ നോമ്പെടുക്കുന്നവരുമാണ്. മഹദി റളിയല്ലാഹു അൻഹ, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, ഒരുപാട് നോമ്പെടുക്കുന്നവരും ഒരുപാട് നിസ്കരിക്കുന്നവരുമാണ് നബിയെ. ഫാറൂഖ് തങ്ങളുടെ മോൾ ഹഫ്സ, അതുകൊണ്ട് ഹഫ്സ ബീവിയെ അങ്ങ് ത്വലാഖ് ചൊല്ലരുതേ എന്ന് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോൾ അങ്ങനെയാണ്. ആയിഷ ബീവി എന്നത് സിദ്ദീഖ് തങ്ങളുടെ മോളാണ്. മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാതത് ഹഫ്സ,
നോമ്പ് തുറക്കാൻ നേരമാകുന്ന നേരത്താണ്, നോമ്പുകാരിയായിട്ടാണ് ഫാറൂഖ് തങ്ങളുടെ മോൾ, ഉമർ തങ്ങളുടെ മോൾ ഹഫ്സ ബീവി ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നോമ്പുകാരിയായിരുന്നു. സഹോദരിമാരെ, നമ്മുടെ ഏറ്റവും നല്ല റോൾ മോഡലുകളല്ലേ ഈ മഹദിമാർ. മുആദ അൽ അദവിയ എന്ന ലോകം കണ്ട പ്രഗത്ഭയായ ഒരു പണ്ഡിതയുണ്ട്. ആ മഹദിയെ വിവാഹം ചെയ്തത് സുലത്ത് ഇബ്നു അശ്യം എന്ന് പറയുന്ന മഹാനായ ഒരു പുതിയാപ്പിള. സുലത്ത് ഇബ്നു അശ്യം ഇത് ഭയങ്കര രസമുള്ളൊരു, ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയൊക്കെ വിവാഹം ഇസ്ലാമിക ലോകത്ത് നടക്കുമ്പോഴാ നമ്മുടെ മഞ്ഞക്കല്യാണവും തോന്നിവാസങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടാടുന്നത്. ഇസ്ലാമിന്റെ പുണ്യമായ ഒരു നിക്കാഹ് ഇബാദത്തല്ലേ, അത് ഇബാദത്തല്ലേ. കല്യാണം എന്ന് പറഞ്ഞ ഇബാദത്താണ്, അള്ളാഹു കൂലി തരുന്ന വിഷയമാണ്. എന്തിന്? നിന്റെ കണ്ണ് അന്യ പെണ്ണുങ്ങളെ നോക്കാതെയും നിന്റെ ശരീരം കൊണ്ട് വ്യഭിചാരത്തെ പറ്റി ചിന്തിക്കാതെയും സദ്വൃത്തനായി ജീവിക്കാൻ നിന്നെ സഹായിക്കുന്ന ശറഅ് നിശ്ചയിച്ചൊരു ഒരു നിർബന്ധ ബാധ്യതയാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മളത് മലിനപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് ഇവിടെ. മുആദ അൽ അദവിയ, മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ, മഹദി റളിയല്ലാഹു അൻഹ വിവാഹം കഴിയുന്നു സുലത്ത് ഇബ്നു അശ്യം എന്നവരിലേക്ക്. അദ്ഖലഹു ഇബ്നു അഖീഹിൽ ഹമ്മാം, തണുപ്പ് കാലമാണ്. അതുകൊണ്ട് സഹോദരന്റെ പുത്രൻ മഹാനായ സുലത്ത് ഇബ്നു അശ്യം എന്ന പുതിയാപ്പിളയെ കുളിക്കാൻ വേണ്ടി ഹമ്മാമിലേക്ക് കൊണ്ടുപോയി. അന്നൊക്കെ ഹമ്മാം എന്ന് പറയുമ്പോൾ ചുടുവെള്ളം കിട്ടുന്ന പബ്ലിക് ടോയ്ലറ്റുകൾ കാണുന്ന ഹമ്മാം എന്ന് പറയാം. പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ ചുടുവെള്ളം കിട്ടുള്ളൂ, വീട്ടിലൊന്നും ചുടുവെള്ളം കിട്ടില്ല, ഹീറ്ററൊന്നും അന്നില്ലല്ലോ. പുതിയാപ്പിളയെ കുളിപ്പിക്കാൻ ചുടുവെള്ളം കിട്ടുന്ന ഒരു ഹമ്മാമിലേക്ക് സഹോദരന്റെ പുത്രൻ കൈപിടിച്ച് കൊണ്ടുപോയി പുതിയാപ്പിളയെ. ആരാണ് പുതിയാപ്പിള എന്നറിയോ? സുലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു. ആരാണ് പുതിയ പെണ്ണെന്നറിയോ? മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. മഹാനായ സുലത്ത് ഇബ്നു അശ്യം എന്നവര് കുളി കഴിഞ്ഞതിന്റെ ശേഷം അദ്ഖലഹു ബൈതൻ മുതയ്യബൻ ഫീഹിൽ അറൂസ്, സുന്ദരിയായ മണവാട്ടിയിരിക്കുന്ന റൂമിലേക്ക്, സുഗന്ധം പുരട്ടിയ റൂമിലേക്ക്, അത്തർ പൂശിക്കിടക്കുന്ന ബഹൂർ വെച്ചിരിക്കുന്ന റൂമിലേക്ക്, സുഗന്ധമുള്ള റൂമിലേക്ക് സുലത്ത് ഇബ്നു അശ്യം എന്നവർ കടന്നു വരുന്നു. ഒരു വിവാഹത്തിന്റെ ആദ്യ രാത്രിയുടെ ഒരു ചിത്രം. ഫഖാമ യുസല്ലി ഹത്താ അസ്ബഹ, പുതുനാരി ഇവിടെ നിൽക്കുന്നുണ്ട്. സുഗന്ധം പൂശിയ നിർമ്മണമുള്ള റൂമാണത്. കുളിച്ചു വന്നിരിക്കുകയാണ്. സുബ്ഹിയാകുന്നതുവരെ ആ റൂമിൽ കയറി നിസ്കരിച്ചു മഹാനായ സുലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു. മുആദ ബീവി പിന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജീവിതത്തിന്റെ ആദ്യ അനുഭവമാണിത്. ആദ്യത്തെ അനുഭവം നേരം വെളുക്കുന്നവരെയുള്ള നിസ്കാരം. ഒരു ചെറുപ്പക്കാരൻ ആലോചിക്കുക, 20, 25, 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ശാരീരികമായ ആഗ്രഹങ്ങളും ഒരുപാട് അഭിലാഷങ്ങളും മനക്കോട്ടകളുമുള്ള ഒരു ചെറുപ്പക്കാരനെ ചിന്തിക്കും. ആ രാത്രിയിൽ നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചപ്പോ മുആദ ബീവി പിന്തിരിഞ്ഞോടുകയല്ല, കുട്ടിയെ കുളിച്ചു. ഈ പുതിയാപ്പിള എനിക്ക് വേണ്ടെന്ന് പറയുകയല്ല, പിന്നിലെങ്ങനെ നിന്നു. നേരം വെളുത്തപ്പോ ഈ വിഷയം കൊണ്ടുപോയത് ചീത്ത പറഞ്ഞു. എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്റെ സഹോദരപുത്ര, നിങ്ങൾ എന്നെ ചുടുവെള്ളമുള്ള ആ ഒരു ബാത്റൂമിലേക്ക് കൊണ്ടുപോയപ്പോ എനിക്ക് നരകം ഓർമ്മ വന്നു. ചുടുവെള്ളമല്ലേ ഒഴിക്കുന്നത്? ആ ചൂട് കണ്ടപ്പോ എനിക്ക് അള്ളാഹുവിന്റെ നരകം ഓർമ്മ വന്നു. പിന്നെ നീ എന്റെ പുതിയ പെണ്ണ് കിടക്കുന്ന എന്റെ പുതുനാരിയുള്ള മണവാട്ടിയുള്ള റൂമിലേക്ക് കൊണ്ടുവന്നപ്പോ എനിക്ക് സ്വർഗം ഓർമ്മ വന്നു. സ്വർഗം ഓർമ്മ വന്നപ്പോ ഞാൻ ആ സ്വർഗത്തിന്റെ ചിന്തയിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു പോയതാണ്. നേരം വെളുത്തപ്പോഴാ ഞാൻ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്, പുതുനാരിയെ കിട്ടുമ്പോ അപ്സരസുകളായ സുന്ദരിമാരുള്ള സ്വർഗമുണ്ട് എന്ന് വിളിക്കുമ്പോ ആ സ്വർഗത്തിന്റെ ചിന്ത വന്നപ്പോ ഞാൻ സ്വർഗത്തെ കുറിച്ച് ഓർത്തുപോയി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതെനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ആദ്യ രാത്രിയിൽ കഴിഞ്ഞു പോയ രണ്ട് മഹത്തുക്കളുണ്ട്.
മുആദത്തുൽ അദവിയ്യ സുലത്ത് ബിൻ അശ്യം റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അമ്മൽ ഖിയാമു ഫഇന്നഹാ കഖിയാമിഹിം വഅറാ നിസാഅൽ ഹയ്യ് ഗൈറ നിസാഇഹാ. അന്നത്തെ വീടുകൾ പോലെയുള്ള വീടുകളും അനുഭവങ്ങളും ഇന്നുണ്ട്, കല്യാണങ്ങൾ ഇന്നുമുണ്ട്, പക്ഷേ ആചാരങ്ങൾ വ്യത്യസ്തം. മുആദത്തുൽ അദവിയ്യ മഹദി റളിയല്ലാഹു അൻഹ നേരം വെളുത്താൽ പറയും, ഹാദാ യൗമില്ലദീ അമൂതു ഫീഹ്, ഈ ദിവസം ഞാൻ മരിച്ചേക്കും, അതുകൊണ്ട് വൈകുന്നേരമാകുന്നവരെ ഉറങ്ങില്ല. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വൈകുന്നേരം വരെ ഉറങ്ങില്ല. പെണ്ണുങ്ങളൊക്കെ ഉറങ്ങി നേരം കഴിക്കുന്ന കാലാണിത്. ഈ ദിവസം പകലിൽ ഞാനങ്ങ് മരിച്ചുപോയാലോ? രാത്രി വന്നാൽ അവർ പറയും, ഈ രാത്രി ഞാൻ മരിച്ചുപോയേക്കാം, അതുകൊണ്ട് നേരം പുലരുന്നവരെ ആ രാത്രിയിലും ഉറങ്ങാതെ നിൽക്കുമായിരുന്നു മുആദത്തുൽ അദവിയ്യ എന്ന ഈ പുതുനാരി പെണ്ണ്. സാബിത്തുൽ ബുനാനി എന്ന പ്രഗത്ഭനായ ലോകപ്രശസ്തനായ ആലിം ഈ മഹദിയെ സംബന്ധിച്ച് പറഞ്ഞു, മഹദി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ സുലത്ത് ബിൻ അശ്യമും മോനും മക്കളുമെല്ലാം ദീനിന് വേണ്ടി ജീവൻ കൊടുത്ത് ഷഹീദായപ്പോ മഹദി റളിയല്ലാഹു അൻഹയെ ഒരുപാട് പെണ്ണുങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്ന രംഗം. ഭർത്താവ് മരിച്ചുപോയി, മക്കളുണ്ടായിരുന്നു, മക്കളും മരിച്ചുപോയി. എപ്പോ ദീനിന്റെ ധർമ്മസമരത്തിന് വേണ്ടി ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് പെണ്ണുങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ ഈ മുആദത്തുൽ അദവിയ്യ പറഞ്ഞ വാക്കുകൾ അറിയണോ? മർഹബൻ ബികുന്ന, സ്വാഗതം പെണ്ണുങ്ങളെ, നിങ്ങൾ വന്നത് എന്നെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾ വന്നത് എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ പൊയ്ക്കോളൂ, നിങ്ങളുടെ ആശ്വാസം എനിക്ക് വേണ്ട, എനിക്കങ്ങനെ സങ്കടമില്ലല്ലോ. സങ്കടമുള്ളവനെയല്ലേ ആശ്വസിപ്പിക്കേണ്ടത്? എന്റെ ഭർത്താവ് മരിച്ചത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലല്ലേ? എന്റെ കുഞ്ഞു മരിച്ചത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലല്ലേ? നിങ്ങളാരും എന്നെ ആശ്വസിപ്പിക്കാൻ വരണ്ട, അഭിനന്ദിക്കാനാണ് ഈ വരവെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. മർഹബൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ ഒരു ധീരമായ വാക്കുകൾ പറഞ്ഞ മഹദിയാണ് ഈ ആദ്യ രാത്രിയിൽ ഭർത്താവിന്റെ നിസ്കാരം കൊണ്ട് നിന്നുപോയ മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. നമ്മൾ മറ്റു ആചാരങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നിക്കാഹിന്റെ തലേന്നോ അല്ലാത്ത ദിവസമോ മഞ്ഞൾ പുരട്ടിയിട്ട് മഞ്ഞക്കുപ്പായമിട്ട് മഞ്ഞക്കോലം കെട്ടി ആർക്ക് വേണ്ടിയായി കോലം കെട്ടൽ? എന്തിനാണ് ഈ ആഭാസങ്ങളൊക്കെ? മുസ്ലിമീങ്ങളായ ആളുകൾ ഇത് ചെയ്യാൻ പാടുള്ളതുണ്ടോ? നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഇത് നമുക്ക് പറ്റാത്തതല്ലേ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരം നിങ്ങൾ നിങ്ങളുടെ ആചാരമാക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് മുത്തനബി പറഞ്ഞുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാടില്ലാത്ത സംഗതിയല്ലേത്? അതുപോലെയുള്ള അനാചാരങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലകളിൽ നിന്ന്, അതിന്റെ ടൗണുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ വില്ലേജുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് വരെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പവിത്രമായൊരു സംസ്കാരമില്ലേ നമുക്ക്? മഹദി മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ അവരുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ലം തുവസ്സിദ് ഫിറാശൻ ബഅദഹു, ഭർത്താവിന്റെ മരണശേഷം മഹദി റളിയല്ലാഹു അൻഹ വിരിപ്പിൽ, കിടക്കയിൽ പിന്നെ വിരിപ്പ് വിരിക്കാറില്ലായിരുന്നു. പച്ചക്കട്ടിലില്ല കിടക്കാറുണ്ടായിരുന്നത്. ഭർത്താവിന്റെ വിയോഗത്തിന്റെ ശേഷം അവർ തന്റെ മുലകുടി ബന്ധമുള്ള ഒരു സഹോദരനോട് പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകം ആസ്വദിക്കാനല്ല, ഇവിടത്തെ മന്നമാരുതൻ അനുഭവിക്കാനുമല്ല. പക്ഷേ എനിക്കെന്റെ റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ട്. അള്ളാഹുവിനെ കാണണമെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യണമല്ലോ. നന്മകൾ ചെയ്യണമെങ്കിൽ ആയുസ് വേണ്ടേ? അതുകൊണ്ടാ മോനെ ഞാൻ ഈ നിൽക്കുന്നത്. ലഅല്ലഹു യജ്മഉ ബൈനി വബൈന അബി സുഹ്ബാ വവലദിഹി ഫിൽ ജന്ന. അങ്ങനെ എനിക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് എന്റെ ഭർത്താവ് സുലത്ത് ബിൻ അശ്യം എന്ന് പറഞ്ഞ അബു സുഹ്ബായിനെയും എന്റെ മോനെയും സ്വർഗത്തിൽ വെച്ച് കാണണം. അതിനാണ് എന്റെ ഭർത്താവിന്റെ മരണശേഷം, എന്റെ മക്കൾ മരിച്ചുപോയതിന്റെ ശേഷം ഞാൻ ഈ ജീവിക്കുന്നത് എന്റെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവരെ സംബന്ധിച്ചാണ് അഫീറത്തുൽ ആബിദ എന്ന് പറയുന്ന മഹദി പറഞ്ഞത്. മഹദി റളിയല്ലാഹു അൻഹു മരണമാസന്നമായി മുആദത്തുൽ അദവിയ്യ, നേരത്തെ പറഞ്ഞ പുതിയ പെണ്ണ്, ഭർത്താവ് നിസ്കരിക്കുന്നത് മുഴുവനും നോക്കി നിന്ന് ആദ്യ രാത്രി നിന്ന് കഴിച്ച മഹദി മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹു മരണമാസന്നമായപ്പോ കൂടെയുള്ള ആളുകളൊക്കെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ലോകപ്രശസ്തയായ ഒരു മഹദി, ഒരുപാട് ത്യാഗം ചെയ്ത മഹദി, അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ഒരു തരുണീരത്നം ലോകത്തോട് വിട പറയുമ്പോ ബക്കത്ത്, കരഞ്ഞു, പിന്നെ ചിരിച്ചു.
ആളുകൾ ചോദിച്ചു, യാ മുആദ, മുആദ, എന്തിനാ നിങ്ങൾ ചിരിച്ചത്? എന്തിനാ നിങ്ങൾ കരഞ്ഞത്? മിമ്മൽ ബുകാ വ മിമ്മൽ ളഹക്, എന്തിനായിരുന്നു ഈ ചിരി? എന്തിനായിരുന്നു ഈ കരച്ചിൽ? അവർ പറഞ്ഞു, ഞാൻ കരയാൻ കാരണം ഫഇന്നീ ദകർതു മുഫാറഖത സിയാമി വസ്സലാത്തി വദ്ദിക്ർ. സഹോദരിമാരെ, ഒന്ന് ഓർത്തു നോക്കണേ, ഞാൻ ഈ കരയുന്നത് എന്റെ മരണത്തോടുകൂടെ ഇനി നിസ്കരിക്കാനോ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാനോ നോമ്പെടുക്കാനോ സാധിക്കുകയില്ലല്ലോ. അതിനായിരുന്നു ഈ കരച്ചിൽ. മിമ്മൽ ബുകാ, എന്തിനാ കരച്ചിൽ? മക്കളെ ഇട്ടെറിഞ്ഞു പോവുകയാണല്ലോ, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, വീട് കുടിയിരുന്നിട്ടില്ലല്ലോ, ഒന്നുമല്ല വിഷയം. മിമ്മൽ ബുകാ, എന്തിനായി കരച്ചിൽ? കാരണം ലിമുഫാറഖതി സിയാമി വസ്സലാത്തി വദ്ദിക്ർ, കണ്ണുകൾ അടഞ്ഞുപോയാൽ പിന്നീട് ദിക്ർ ചൊല്ലാൻ കഴിയില്ലല്ലോ. കണ്ണുകൾ അടഞ്ഞുപോയാൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. കണ്ണുകൾ അടഞ്ഞുപോയാൽ പകല് നേരത്തെ നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ. ഇനി എനിക്ക് എന്റെ റബ്ബിനോട് അടുക്കാനുള്ള വഴികൾ നഷ്ടപ്പെടുകയല്ലേ? ആ സങ്കടമോർത്ത് കരയുകയാണെന്നും ഞാൻ ചിരിക്കാൻ കാരണം ഫഇന്നീ നദർതു ഇലാ അബി സുഹ്ബാ, ഞാൻ അബു സുഹ്ബായിനെ കണ്ടു, എന്റെ ഭർത്താവ് സുരത്ത് ബിൻ അശീമിനെ കണ്ടു. എന്റെ മുമ്പിലേക്ക് ഒരു വീടിന്റെ വരാന്തയിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അലൈഹി ഹുല്ലചാനി ഖുളറാവചാനി, പച്ച രണ്ട് പുതപ്പുകൾ പുതച്ച് എന്റെ ഭർത്താവ് ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നതും ഞാൻ അങ്ങോട്ട് ചിരിച്ചതും ഞാൻ കണ്ടതാ. ഫഇന്നീ നദർതു ഇലാ അബി സുഹ്ബാ, ഇതൊരു വലിയ അനുഭവമാണ്. മരണസമയത്ത് മാലാഖമാരെ പോലും മനുഷ്യർക്ക് കാണാൻ കഴിയുമെന്നാണ്. മലക്കുകളെ കാണാൻ കഴിയും മരിക്കുമ്പോൾ. മരിച്ചുപോയ സുലത്ത് ബിൻ അശീം എന്ന പുതിയാപ്പിളയെ മരണമാസന്നമായപ്പോ കണ്ടു. മുആദ റളിയല്ലാഹു അൻഹാ, മുആദത്തുൽ അദവിയെ കണ്ടു, ഒരു വീടിന്റെ ബാൽക്കണിയിൽ കണ്ടു. ഫീ നഫരിൻ, ഒരു ആൾക്കൂട്ടത്തിലാണ്. വല്ലാഹി മാ റഅയ്തു ലഹും ഫിദ്ദുനിയാ ശബഹാ, ആ ചെറുപ്പക്കാരെ പോലത്തൊരു സംഘത്തെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സംഘത്തിന്റെ കൂടെയുണ്ട് എന്റെ ഭർത്താവ്. അലൈഹി ഹുല്ലചാനി ഖുളറാവചാൻ, രണ്ട് പച്ച പുതപ്പുകൾ പുതച്ച് എന്റെ ഭർത്താവിനെ നോക്കി ചിരിച്ചു. ഞാൻ അങ്ങോട്ടും ചിരിച്ചു. അതാണ് ഞാൻ ചിരിക്കാൻ കാരണമെന്ന് ലോകത്തോട് വിട പറയുന്ന സ്വർഗത്തിലേക്ക് പോയ ഭർത്താവിനെ കണ്ടുകൊണ്ട് കണ്ട മുആദത്തുൽ അദവി റളിയല്ലാഹു അൻഹാ. ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ മാതൃകകളല്ലയോ? ആ മഹദി പറഞ്ഞു, വലാ അറാനി ഉദ്രികു ബഅദ ദാലിക ഫർളൻ മഅകും, പെണ്ണുങ്ങളെ, നിങ്ങൾ എന്റെ മരണം കാണാൻ വന്നവരല്ലേ, നിങ്ങളോടൊന്ന് ഞാനൊന്ന് പറയട്ടെ, എന്റെ ഭർത്താവിനെ ഞാൻ കണ്ടുവല്ലോ, ഇനി ഒരിക്കലും ഒരു ഫർള് നിസ്കാരത്തിന്റെ സമയം നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെ ബാക്കിയുണ്ടാവില്ല. അടുത്ത ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ ആ മഹദി ലോകത്തോട് വിട പറയുകയും ചെയ്തു. എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചത്? തന്റെ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് കൃത്യമായി പറയുകയും തന്റെ മുമ്പേ കഴിഞ്ഞുപോയ സാത്വികനായ ഒരു ഭർത്താവിനെ കണ്ടുകൊണ്ട് സ്വർഗലോകത്ത് വെച്ച് നടക്കുന്ന ഒരു കാര്യം, ദൃശ്യം അള്ളാഹുയോട് വെച്ച് കാണിച്ചു കൊടുക്കുന്നതും സ്വർഗം കണ്ട് മരിച്ചുപോയ മഹദി റളിയല്ലാഹു തആല അൻഹയാണ് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. അവരെ സംബന്ധിച്ച് അഫീറത്തുൽ ആബിദ എന്ന് പറയട്ടെ, മഹദി റളിയല്ലാഹു അൻഹു പറയട്ടെ, فماتت قبل أن يدخل عليها وقت الصلاة, അടുത്തൊരു നിസ്കാരത്തിന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മഹദി ആ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഖൗമുൻ ലൗ കാനത്തിൽ അയ്യാമു ബിഹിം നുസുഹാ മാതു വഇസ്നാ ഫഹും ആശൂ ബിമൗതിഹിം والعيد كالعيد والأوقات أوقات ونحن في صور الأحياء أموات. മനോഹരമായ ഒരു കവിതയാണ്. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന്റെ ആശയം ചോർന്നു പോകുമോ എന്ന് ഭയം. ഖൗമുൻ മദൂ, നമ്മുടെ മുമ്പ് വലിയ സമൂഹങ്ങൾ കഴിഞ്ഞുപോയി. ഖാനത്തിൽ അയ്യാമു ബിഹിം നുസുഹാ, അവർ ജീവിക്കുന്ന കാലം ദിവസങ്ങൾക്ക് ആനന്ദമുണ്ടായിരുന്നു. മാതു, അവരൊക്കെ മരിച്ചു. വഇസ്ന, നമ്മൾ ബാക്കിയായി. ഫഹും ആശൂ ബിമൗതിഹിം, മരണത്തോടുകൂടെ അവർ ജീവിക്കുകയാണ് ഉണ്ടായത്. അവരുടെ സ്മരണ ഇന്നും ജീവിക്കുകയാണ്. അവർ മരിച്ചുപോയി, പക്ഷെ അവർ ജീവിക്കുകയാണ്. വൽഈദു കൽഈദി വൽഔഖാതു ഔഖാതു, നമ്മുടെ ആഘോഷങ്ങൾ വരുന്നുണ്ട്, പെരുന്നാളുകൾ വരുന്നുണ്ട്.
അതൊക്കെ പഴയ പോലെ തന്നെ. നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ കോലത്തിൽ മരിച്ചു കഴിഞ്ഞവരാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞവരാണ്. നമ്മുടെ മുമ്പ് മരിച്ചവർ അവർ ജീവിക്കുകയാണ് ഇപ്പോഴും. അവരെയാണ് നമ്മളിപ്പോ ഓർക്കുന്നത്, അവരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് സജീവമാണ്. നമ്മളൊക്കെ മരിച്ച ആരെങ്കിലും നമ്മൾ ഓർക്കുമോ? ആരെങ്കിലും നമ്മളെ പറ്റി വല്ലതും പറയോ? നമ്മുടെ ഏതെങ്കിലും നന്മകൾ ബാക്കിയുണ്ടോ? നന്മകളാണ് മനുഷ്യന്റെ ജീവിതമെന്ന് മഹാന്മാർ പഠിപ്പിക്കുമായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഖുറശി റളിയല്ലാഹു തആല അൻഹു സ്നേഹത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും. അള്ളാഹുവിനോട് സ്നേഹമുണ്ടായിരുന്ന മഹതിമാർ, മഹാന്മാർ, അവരാണ് ജീവിക്കുന്നവർ. സ്നേഹിക്കുന്നുണ്ട് എന്ന് അവകാശികൾ ഒരുപാട് വന്നപ്പോഴാണ് സ്നേഹത്തിന് ഡെഫിനിഷൻ വേണമെന്ന് വന്നത്. ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നുവെന്ന് അവകാശികൾ എല്ലാരും പറയുന്നു, എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണ്, നബിയോട് ഇഷ്ടമാണ്. ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ തീരുമോ നബിയോടുള്ള ഇഷ്ടം? റമദാൻ കഴിഞ്ഞാൽ തീർന്നു അള്ളാഹുവിനോടുള്ള ഇഷ്ടം? അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്നവർ കൂടിയപ്പോഴാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തിനൊരു ക്രൈറ്റീരിയൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബകും. ഈമാനിന്റെ മധുരം അറിയാനുള്ള സ്നേഹം, 3 സ്നേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഒന്ന് അള്ളാഹും റസൂലും, അള്ളാഹും അവന്റെ തിരുദൂതരുമാ മറ്റെന്തിനേക്കാളും മനസ്സിനോട് സ്നേഹമുള്ളത്. മറ്റൊന്ന്, ഒരു മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കുന്നു, അയാൾക്ക് സ്രഷ്ടാവുമായുള്ള അടുപ്പം എത്രയോ അത് മനസ്സിലാക്കിയിട്ട്. മറ്റൊന്ന്, അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് വെറുക്കുന്ന പോലെ. ഈ 3 ആശയം ഖൽബിന്റെ ഉള്ളിലേക്ക് വന്നാൽ അവർക്ക് വിശ്വാസത്തിന്റെ മധുരമറിയാമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹത്തെ വ്യാഖ്യാനിച്ചു. ലോക പ്രശസ്തനായ പണ്ഡിതൻ അബ്ദുല്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹു അൽ മഹബ്ബ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അൻ തഹബ്ബ കുല്ലു ലിമൻ അഹ്ബബ്ത. നിങ്ങൾ ആരെ സ്നേഹിച്ചുവോ അവർക്ക് വേണ്ടി നിങ്ങളുടെ ശരീരം ഒന്നാകെ വിറക്കണം. ശരീരം ഒന്നാകെ വിറക്കണം. ആരെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ അവർക്ക് വേണ്ടി. ഫലാ യബ്ഖാ ലക മിൻഹു ശൈ. നിന്നിൽ നിനക്കായിട്ട് പിന്നെ ഒന്നും ബാക്കിയില്ല. നിന്നിലുള്ളത് നിന്റെ മെഹബൂബായ അള്ളാഹുവിനുള്ളതാണ്, നിന്നിലുള്ളത് നിന്റെ റസൂലിനുള്ളതാ. അങ്ങനെ ഒരു സ്നേഹം നമുക്ക് കഴിയുമോ? മഹാനായ അബൂബക്കർ അൽ-ഖത്താനി റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ മക്കയിൽ വെച്ച് നടന്നൊരു ചരിത്രം പറയുന്നുണ്ട്. ഒരു സംഭവം. മക്കയിലിരിക്കുമ്പോ അവർ തമ്മിൽ ഒരു ചർച്ച നടന്നു. മക്ക ഹഫിളഹല്ലാഹ് വസാദഹല്ലാഹു ഇസ്സ. അല്ലാഹു അഭിമാനം വർദ്ധിപ്പിക്കട്ടെ മക്ക നഗരത്തിന്. അവന്റെ അല്ലാഹുവിന്റെ കഅബയുള്ള നഗരമല്ലേ അത്? ശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോ പറയുന്നത് മഹാനായ ലോക പണ്ഡിതൻ അബൂബക്കർ അൽ-ഖത്താനി റളിയല്ലാഹു അൻഹു, ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തു. മൗസുമുൽ ഹജ്ജിൽ, ഹജ്ജിന്റെ കാലത്ത് ചർച്ച ചെയ്തു. ഫിൽ മഹബ്ബ, എന്താണ് സ്നേഹമെന്ന് ചർച്ച ചെയ്തു. നമ്മൾ ചർച്ച ചെയ്യോടെ നാട്ടിൽ പോയ അടുത്ത ബിൽഡിംഗ് കച്ചവടമാക്കണ്ടേ അല്ലേ? നാട്ടിൽ പോയാൽ നമ്മൾ അടുത്ത ജോലി എന്താ, അടുത്ത കച്ചവടം എന്താ, അടുത്ത പൈസ എന്താ, അടുത്ത കാര്യങ്ങൾ എന്താ ചെയ്യുക? ദുന്യവിയായ വിഷയങ്ങൾ. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു, റൂം എങ്ങനെയുണ്ട്, താമസം സൗകര്യം തന്നെയാണോ, ഹറമിലേക്ക് നടക്കാൻ ദൂരം കൂടുതലോ കുറവോ, ഇതൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്യുന്ന സുബ്ഹാനല്ലാഹ് ദുന്യവിയായ ചർച്ചകളാണ്. 4 അടി ഏറെ നടന്നാൽ തുക്തബു ഹസനാത്ത്, നിങ്ങളുടെ കാൽവെപ്പുകൾക്ക് നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആശയങ്ങളൊക്കെ നമ്മൾ മറക്കുവപ്പോ ഇച്ചിരി കൂടെ നടക്കുമ്പോഴേക്കും ക്ഷീണായിപ്പോയി, പ്രയാസമായിപ്പോയി എന്ന് പറയാൻ. അന്ന് ഹറമിലിരിക്കുമ്പോ അവരുടെ ചർച്ച നടത്തി. ഒരുപാട് മശായിഖന്മാർ അവിടെയുണ്ട്. ആ കൂട്ടത്തിലുണ്ട് ഒരു ചെറുപ്പക്കാരനുണ്ട്, ജുനൈദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ കേട്ടിരിക്കും, ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഇറാഖുകാരനായ ബഗ്ദാദിയായ ജുനൈദ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ ആരിഫീൻ താജുൽ ഔലിയാഇ വസ്സാലിഹീൻ, സജ്ജനങ്ങൾക്ക് നേതാവായി വന്നവർ, ഔലിയാഇന്റെ കിരീടമായി വന്ന മഹാൻ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എന്ന ചെറുപ്പക്കാരനാ. ബഹുമാനപ്പെട്ടവരവിടെയുണ്ട്. പ്രായമുള്ള ഒരുപാട് പണ്ഡിതന്മാരും കൂടിയിരിക്കുമ്പോ എന്താണ് മഹബ്ബ, എന്താണ് ഈ സ്നേഹം, അള്ളാഹുവിനോടുള്ള ഈ പ്രേമമെന്ത്, എന്താണ് റബ്ബിൽ ലയം പ്രാപിക്കുന്ന ഈ അനുരാഗം എന്താണ്? ഞങ്ങൾ അതിനെക്കുറിച്ചാണ് ചർച്ച നടത്തിയത് അവിടെ. സുബ്ഹാനല്ലാഹ്, മക്കയിൽ വെച്ച് നടത്തിയ ചർച്ച അതാണ്. ആ നേരത്ത് ചെറുപ്പക്കാരനായ ജുനൈദിനോട് അവർ പറഞ്ഞു, ഹാത്തിമ ഇൻദക യാ ഇറാഖി,
ഓ ഇറാഖിയെ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്, നീ ഒന്ന് പറ, നിങ്ങൾ എന്താ സ്നേഹത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. മാഷാ അല്ലാഹ്, അറബിക്ക് അറിയുമെങ്കിൽ അത് ശരിക്കും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ പറയുമ്പോൾ അതിന്റെ രസം കിട്ടുന്നില്ല. മഹാനായ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, തലങ്ങനെ താഴ്ത്തി. സ്നേഹം എന്താണെന്നോ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽ മുഹിബ്ബു, സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞത് അബ്ദുൻ ദാഹിബുൻ അൻ നഫ്സി, സ്വശരീരത്തിൽ നിന്ന്, സ്വന്തത്തിൽ നിന്ന് യാത്ര പോകുന്ന ആളാണ്. മുത്തസിലും ബിദിക്രി റബ്ബി, അള്ളാഹുവിന്റെ സ്മരണയിൽ കണക്റ്റഡാണ്. എപ്പോഴും കണക്ഷൻ, റേഞ്ച് എവിടെയാ? അള്ളാഹുവിന്റെ ലോകവുമായുള്ള റേഞ്ചിനാണ്, എപ്പോഴും അവിടെയാണ്. ഖായിമുൻ ബിഅദാഇ ഹുഖൂഖിഹി, അള്ളാഹുവിന്റെ ബാധ്യതകൾ നിറവേറ്റുന്ന ആളാണ്. നാദിറുൻ ഇലൈഹി ബിഖൽബിഹി, റബ്ബിലേക്ക് ഖൽബ് കൊണ്ട് നോക്കുന്ന ആളാണ് സ്നേഹിക്കുന്നവൻ. അള്ളാഹുവിനെ ഖൽബ് കൊണ്ട് നോക്കുന്നവൻ. ഫഇൻ തകല്ലമ ഫബില്ലാഹ്, എന്തെങ്കിലും സംസാരിച്ചാൽ അള്ളാഹുവിന് വേണ്ടി. വഇദാ നതഖ ഫഅനില്ലാഹ്, വല്ലതും പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച്. വഇൻ തഹറക ഫബിഅംരില്ലാഹ്, അനങ്ങുന്നത് അള്ളാഹുവിന് വേണ്ടി. വഇൻ സകന ഫമഅല്ലാഹ്, അനങ്ങാതിരുന്നാൽ അവൻ അള്ളാഹുവിന്റെ കൂടെ. ഫഹുവ ബില്ലാഹ് വലില്ലാഹ് വമഅല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ കൂടെയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ കൂടിയ മുഴുവൻ ആളുകളും കരഞ്ഞുപോയി. ഇതാണ് പ്രേമമെന്ന് പറഞ്ഞപ്പോ അനക്കവും മടക്കവും നോട്ടവും ഇരുത്തവും എല്ലാം എന്റെ സൃഷ്ടാവിന് ഇഷ്ടപ്പെടുമോ? ആ ഒരു ജീവിതമാകുമ്പോഴാണ് നമ്മൾ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാ ഖുർആൻ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആഴത്തിലേക്ക് വരൂ. ഇതിനൊരു രസമുണ്ട്, ഇതിനൊരു മധുരമുണ്ട്. നിങ്ങളുടെ ഖൽബിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ. മഹാന്മാരായ മശായിഖന്മാർ പറഞ്ഞു, മാ അലാ ഹാദാ മസീദ്, ഇനി ഒന്നും പറയണ്ട, കഴിഞ്ഞു. സ്നേഹത്തിനെതിരേറെ നിർവചിക്കാൻ ഇനി ഒന്നും വേണ്ട എന്ന് മക്കയിൽ കൂടിയ മുഴുവൻ ആളുകളും ഇവിടെ പറയുകയാണ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മഹുല്ലാഹ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമായിൽ വന്ന പ്രഗൽഭനായ പണ്ഡിതൻ, ഇബ്നു തൈമിയ എന്ന തന്റെ ഗുരുവിനെ പോലും തിരുത്തി കൊടുത്തിയ മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക് അടുക്കാൻ 10 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. 10 എണ്ണം. അള്ളാഹുവിന്റെ ദീനിന്റെ മധുരമറിയാൻ 3 കാര്യം വേണം നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് 10 കാര്യങ്ങളിലൂടെയാ നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്നത്. 10 എണ്ണം ശരിക്കും മനസ്സിലാക്കുക. 1, ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ വതഫഹും ലിമആനിഹി വമാ ഉരീദ ബിഹി, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം അർത്ഥം മനസ്സിലാക്കി ആഴത്തിൽ ഇരുന്ന് ചിന്തിച്ചു പഠിക്കുന്നത്. മറ്റൊന്ന്, അത്തഖർറുബു ഇലല്ലാഹി ബിന്നവാഫിലി ബഅദൽ ഫറായിദ്, ഫർള് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുന്നത്. 3, ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാൽ ബിൽ ഖൽബി വൽ ലിസാൻ, ഏത് സമയത്തും നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്നത്. 4, ഈസാറു മഹാബ്ബിഹി അലാ മഹാബ്ബിക്, നിന്റെ ഇഷ്ടത്തെക്കാളും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുന്നത്. 5, മുതാലഅത്തുൽ ഖൽബി ലിഅസ്മാഇഹി വസിഫാതിഹി, ഹൃദയം കൊണ്ട് അല്ലാഹുവിന്റെ അട്രിബ്യൂട്ട്സ്, അല്ലാഹുവിന്റെ സിഫത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ മനസ്സുകൊണ്ട് ചൊല്ലി നോക്കുന്നത്. 6, മുശാഹദത്തു ബിർരിഹി വഇഹ്സാനി, അല്ലാഹു ചെയ്ത നന്മകൾ കാണുന്നത്. മനുഷ്യൻ പരാതി പറയുന്ന ആളാണ്, എനിക്കതില്ല ഇതില്ല, എനിക്ക് ആ അസുഖം ഈ അസുഖം. നിനക്ക് പിടിപെടേണ്ട എത്രയോ അസുഖങ്ങൾ ദൈവം തമ്പുരാൻ സൃഷ്ടാവ് നിനക്ക് മാറ്റിവെച്ചില്ലേ? 1, 2 അല്ലേ നിനക്ക് വേദനയുള്ളൂ? എത്രയോ അനുഗ്രഹങ്ങൾ തന്നില്ലേ? നമ്മുടെ ശ്വാസവും നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത്, ഭക്ഷിക്കുന്നത്, വിസർജിക്കുന്നത് അടക്കം അല്ലാഹുവിന്റെ വലിയ നിഅമത്തുകളല്ലേ, വലിയ അനുഗ്രഹങ്ങളല്ലേ? ആ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് കാണുന്നത് റബ്ബിനോടുള്ള സ്നേഹമാണ്. 7, ഇൻകിസാറുൽ ഖൽബി ബികുല്ലിയതിഹി ബൈന യദയില്ലാഹ്, ഇതാണ് ഇതിൽ ഏറ്റവും വലുത്. ഹൃദയം കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്സാരനാണെന്ന ബോധത്തോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ വീണുപോകുന്നത്, ഖൽബ് കൊണ്ട് വീഴുന്നത്, ഞാനൊന്നുമല്ല റബ്ബേ എന്ന് ചിന്തിക്കുന്നത്. 8, അൽ ഖൽവ ബിഹി വഖ്ത നുസൂലിൽ ഇലാഹി, അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നൊരു നേരമുണ്ട്. നുസൂലുൻ യലീഖു ബിഹി, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന പോലെ പറയാൻ പാടില്ലെന്നാണ്. അള്ളാഹു ആകാശലോകത്തെ 1ാം ആകാശത്തേക്ക് വരുമെന്ന് പറഞ്ഞത് അവന്റെ റഹ്മത്ത് ഇറങ്ങി വരുമെന്ന് നിബിതങ്ങളുടെ ഈ ദീനിന്റെ ഉലമാ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അള്ളാഹു ഇറങ്ങി വരുന്നൊരു നേരം
അവന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്ന നേരം, ആ നേരത്ത് അള്ളാഹുവിന്റെ കിതാബ് ഓതിയും ഖൽബ് കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഭജനമിരുന്നും അള്ളാഹുവിന്റെ അടിമത്വത്തിലായി ചെലവഴിക്കുകയും ചെയ്യുന്നത്. ഏതാണ് ആ നേരം എന്നറിയോ? സുബ്ഹിന്റെ തൊട്ടു മുമ്പുള്ള സമയം. സുബ്ഹിന്റെ തൊട്ടു മുമ്പുള്ള സമയം. ആ നേരം അല്ലാഹു ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, പൊറുക്കലിനെ ചോദിക്കാൻ ആളുകളുണ്ടോ? ഞാൻ പുറത്തു തരാം, ഒരുക്കമാണ്. ഫഹൽ മിൻ സായിലിൻ ഫഅതിയഹു, ചോദിക്കുന്നവരുണ്ടോ? ഞാൻ തരാം. അള്ളാഹു ചോദിക്കുന്നൊരു നേരമുണ്ട്. അങ്ങനെയുണ്ടോ ഏതെങ്കിലും മുതലാളി വേണോ ഞാൻ തരാന്ന് പറയുന്നത്? ഇങ്ങോട്ട് വരും ഞാൻ തരാന്ന് പറയുന്നത്? ചോദിച്ചാ കൊടുക്കുന്നവരുണ്ടല്ലോ. ആർക്കെങ്കിലും വേണോ എന്ന് ചോദിക്കുന്ന മുതലാളിയാണ് അള്ളാഹു. ആ ഒരു ചോദ്യം വരുന്ന നേരത്ത് നീ ഉറങ്ങിക്കിടക്കല്ല, എഴുന്നേറ്റിരിക്കെ. സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കുക, ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റിരിക്കെ. ആ റബ്ബിന്റെ വിളിക്ക് നീ ഉത്തരം കൊടുക്ക്, ചോദിക്ക് നീ റബ്ബിനോട്. ആ നേരം സിനിമ കണ്ടും അനാവശ്യങ്ങൾ ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ഉറക്കൊളിച്ചിരിക്കല്ല. ആ നേരം നീ ഉറക്കം വിളക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം. അത് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. 9ാമത്തേതുണ്ട് മുജാലസത്തുൽ മുഹിബ്ബീന സ്വാദിഖീൻ. സജ്ജനങ്ങളായ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ചില മുഹിബ്ബീങ്ങളുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ അവരുടെ കൂടെ പോയിരിക്കെ. അവരുടെ കൂടെ പോയിരുന്നാൽ നിനക്കും ആ സ്നേഹം വരും. 10ാമത്തേത് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറഞ്ഞു, മുബാഅദതു കുല്ലി സബബിൻ യഹൂലു ബൈനൽ ഖൽബി വ ബൈനല്ലാഹ്, ഹൃദയത്തിനും അല്ലാഹുവിനും ഇടയിൽ മറയായി വരുന്ന മുഴുവൻ കാര്യങ്ങളും നീ മാറ്റിവെക്ക്. അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിലേക്ക് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഹൃദയം റബ്ബിന് കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ പോലെയുള്ള സ്നേഹം ഖൽബിൽ കൊടുത്ത ചില മഹത്തുക്കൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയില്ലേ? അവരൊക്കെ നോക്കുമ്പോ നമ്മൾ ആരാ? നമ്മളൊന്നുമല്ലല്ലോ. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. മാതാപിതാക്കളെ നോക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. ഒരു മുസ്ലിം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ സ്വന്തം പിതാവിനെ പരിചരിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. മക്കളോട് മാതാപിതാക്കളെ പരിചരിക്കണം എന്ന് പറയുന്നതിന്റെ മുമ്പേ മാതാപിതാക്കളോട് മക്കളെ നോക്കണമെന്ന് പറഞ്ഞ ദീനാ നമ്മുടെ ദീന്. മാതാപിതാക്കളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, ഉമ്മമാരെ, ബാപ്പമാരെ, മക്കളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. മക്കളെ നോക്കണേ നിങ്ങൾ. മക്കൾക്ക് നിങ്ങൾ നല്ല മാതൃകകളാവേണമേ. ബസ്റയിലുണ്ട് പതിവ്രതയായ ഒരു മഹദി, ഉമ്മു ഇബ്രാഹിം അൽ ഹാഷിമിയ എന്ന് പറയുന്ന ഒരു മഹദി. ബസ്റക്കാരിയാണ്, ഇറാഖിലാ കഴിഞ്ഞു പോയത്. മുസ്ലിമീങ്ങളായ ആളുകൾ താമസിക്കുന്ന ഒരു കോട്ടയിലേക്ക് അവിശ്വാസികൾ കടന്നു കയറിയപ്പോ അവിടെ ഒരു യുദ്ധം അനിവാര്യമായി വന്നപ്പോ ബസ്റയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സൈദുൽ ബസ്രി റളിയല്ലാഹു അൻഹു പ്രഭാഷണം ചെയ്യാൻ എഴുന്നേറ്റ് നിന്നു. അവിടെ ഒരു പൊട്ടൻഷ്യൽ വാർ നടക്കാൻ പോവുകയാണ്, ഒരു യുദ്ധം നടക്കാൻ പോകുന്നു. മുസ്ലിമീങ്ങളുടെ അവരുടെ ഫോർട്രസ്, അവരുടെ കോട്ടയുണ്ടായിരുന്നു. ആ കോട്ട തകർക്കപ്പെട്ടിരിക്കുകയാണ്, ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. അവിടെ യുദ്ധം നടക്കാൻ പോകുമ്പോ മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സൈദുൽ ബസ്രി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു പ്രഭാഷണം നടത്തി. ബഹുമാനപ്പെട്ടവർ ആളുകളോട് പറഞ്ഞു, ധർമ്മസമരത്തിന് വരണം. ഇവിടെ ശത്രുക്കൾ നമ്മുടെ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ അപകടത്തിലാണ്, നമ്മുടെ ചെറുപ്പക്കാർ അപകടത്തിലാണ്, നമ്മുടെ സേഫ്റ്റി അപകടത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ജിഹാദ് നടക്കാൻ പോകുന്നുണ്ട്. ആ ജിഹാദിന് നിങ്ങൾ വരണം, മക്കളെ പറഞ്ഞേക്കണം, പുരുഷന്മാർ ഇറങ്ങണമെന്ന് പറഞ്ഞ് മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സൈദുൽ ബസ്രി തങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിനിടയിൽ സ്വർഗത്തിന്റെ തരുണീമണികളെ കുറിച്ചും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. സ്വർഗത്തിന്റെ സുന്ദരിമാരെ കുറിച്ച്, ജിഹാദ് കഴിയുന്ന ആളുകൾ, ധർമ്മസമരത്തിനിറങ്ങുന്നവർ, അവർ പോകുന്ന സ്വർഗലോകത്തിന്റെ കഥ പറഞ്ഞു. ഗാദത്തുൻ ذات دلال ومرح غادة ذات دلال ومرح خلقت من كل شيء حسن زانها الله بوجه جامعت وبعين كحلها من غنجها ناعم تجري على صفحتي يجد الناعيت فيها مقترح طيب
فليت فيها مطرح فيه أوصاف غريبات الملح وبخده مسك فيه رشح نظرة الملك ولإلاء الفرح. അതിസുന്ദരിമാരായ കണ്ണെഴുതിയ ഒരാളാലും സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ധരണീയമണികളായ സുന്ദരിമാർ അവിടെ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അൽ ഹാഷിമിയ എന്ന മഹദി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ്, എന്റെ മോനെ പറ്റി നിങ്ങൾക്കറിയില്ല, ഇബ്രാഹിം എന്നെന്റെ മോൻ. ഇബ്രാഹിമിന്റെ ഉമ്മയായി പറയുന്നത്, എന്റെ മോൻ ഇബ്രാഹിമിനെ കല്യാണം കഴിക്കാൻ ബസ്റയിലെ പ്രമാണിമാരുടെ പെൺകുട്ടികളെ അവിടുത്തെ മുതലാളിമാരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാ കെട്ടിച്ചു കൊടുക്കാതിരുന്നത്. എന്റെ മോന് വിവാഹാലോചനയായി വന്ന ഒരുപാട് പ്രമാണിമാർ ബസ്റയിലുണ്ട്. അബ്ദുൽ വാഹിദ്, നിങ്ങൾ ഈ പറഞ്ഞ പെൺകുട്ടിയെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ മോൻ കല്യാണം കഴിക്കേണ്ടത് ഈ സുന്ദരിയെയാണല്ലോ. അതുകൊണ്ട് എന്റെ മോന് വേണ്ടി ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സുന്ദരിയെ പറ്റി നിങ്ങൾ ഒന്നുകൂടെ പാടുമോ? ഞാനൊന്ന് കേൾക്കട്ടെ ഒന്നുകൂടെ. ആരാണ് ഈ ഹൂറുൽ ഐൻ എന്ന് ഒന്നുകൂടെ പാടുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് അൽ ബസ്രി ഒന്നുകൂടെ പാടിക്കൊടുത്തു. തവല്ലദ നൂറുൻ നൂരി മിൻ നൂരി വജ്ഹിഹാ فلو وطأت بالنعل منها على الحسوى ولو شئت عقد الخسر منها عقدته ولو تافلت في البحر شهد رطابها فما زاد طيب الطيب من خالص العطر لأشابت الأقطار من غير ما قطرا كغصن من الريحان ذو ورق خضر لطابا لأهل البر شرب من البحر. തുപ്പിയാൽ കടലിലെ ഉപ്പുജലം പോലും മധുരമായി മാറുന്ന അപ്സരസ്സുകൾ സ്വർഗത്തിലുണ്ട് എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞ ഹദീസായി പറയുന്നത്. അവരുടെ സൗന്ദര്യമാണ് ഈ വിവരിക്കുന്നത്. ഇബ്രാഹിം പറഞ്ഞു, എന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ പൊന്നുമോൻ ഇബ്രാഹിമിന് പുതിയ പെണ്ണ് അന്വേഷിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് നടക്കലായി. ഇവൾ തന്നെയായ എന്റെ മോനെ ഭാര്യയായി വേണ്ടത് ഈ സുന്ദരിയാണ് അബ്ദുൽ വാഹിദ്. അതിന് 10,000 ദീനാർ ഞാൻ മഹറും തരട്ടെയോ? 10,000 ദീനാർ. എന്തായി പറയുന്നത്? എന്റെ മോൻ യുദ്ധത്തിന് പോയി ഷഹീദായി മരിച്ചുപോയാൽ സ്വർഗത്തിലേക്ക് എത്തിയാൽ കിട്ടാൻ പോകുന്ന സുന്ദരി മതി അവന്. അവളായിരിക്കണം അവന്റെ ഭാര്യയെന്ന് സ്വന്തം മകന് വേണ്ടി ആലോചിച്ചു പോയ ഉമ്മു ഇബ്രാഹിം അൽ ബസ്രിയ റളിയല്ലാഹു അൻഹാ. 10,000 ദീനാർ മഹർ ഞാൻ അങ്ങ് തരാം. മോൻ മഹർ കൊടുക്കണ്ടേ? 10,000 ദീനാർ ഞാൻ തരാം. മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് അൽ ബസ്രി തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ലഇൻ ഫഅൽതി, നിങ്ങൾ അങ്ങനെ ചെയ്താൽ തഫൂസന്ന അൻതി വവലദുകി വവലദു അബൂക വഅബൂ വലദിക, നിങ്ങളും നിങ്ങളുടെ മോനും നിങ്ങളുടെ മകന്റെ വാപ്പയും നിങ്ങളുടെ ഭർത്താവും സ്വർഗത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാവും. മോനെ വിളിച്ചു, ഇബ്രാഹിമേ. എന്താ ഉമ്മ? ഇബ്രാഹിം, ഐ ബുനയ്യ, മോനെ. അബ്ദുൽ വാഹിദ് എന്നവർ പറഞ്ഞ ഈ പെണ്ണിനെ നിനക്ക് ഇഷ്ടമായോ? എനിക്കിഷ്ടമായി ഉമ്മ, എനിക്കവള് മതി, എനിക്കവള് മതി, ഹൂറുൽ മതി. ലബ്ബൈക യാ ഉമ്മ, ലബ്ബൈക യാ ഉമ്മ. ഉമ്മ, നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ വിളിക്ക് ഞാൻ ഉത്തരം തരുന്നു ഉമ്മ. ബിബദലി മുഹ്ജതിക ഫീ സബീലില്ലാഹ് വതർകിൽ ഔദി ഫീ ദുനൂബ്. മോനെ, നീ ഒരു മഹർ കൊടുക്കണം. എന്താണ് ഈ മഹർ എന്നറിയോ? മഹർ ഉമ്മ 10,000 ദീനാർ ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മോൻ കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. നിന്റെ ജീവൻ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം മോനെ. എങ്ങാനും യുദ്ധത്തിന് രക്ഷപ്പെട്ട് നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ തെറ്റിലേക്ക് പോവരുത് മോനെ. നീ കള്ളുകുടിയനായി പെണ്ണുപിടിയനായി പോവരുത് മോനെ. ആ കണ്ടീഷനിൽ ഈ വിവാഹം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. നടത്താമെന്ന് പറഞ്ഞു. ഇബ്രാഹിം എന്ന പൊന്നുമോൻ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞ് റെഡിയാവുകയാണ്. മഹദി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി ഉശ്ഹിദുക, അള്ളാഹുവേ നിന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു റബ്ബേ. ഉമ്മമാരെ, മക്കൾക്ക് പുതിയ പെണ്ണിനെ ആലോചിക്കുന്നവർ,
മരുമകളെ ആലോചിക്കുന്നവർ, വിവാഹത്തെപ്പറ്റി ആലോചിക്കുമ്പോ ആർഭാടങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവരെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാൻ എത്രയാ? ഈമാനിന് എത്രയാ നമ്മൾ വില കൊടുക്കാറുള്ളത്? വിശ്വാസത്തിന് എത്രയാ നമ്മൾ വില കൊടുക്കാറുള്ളത്? ആ ഉമ്മയാ പറഞ്ഞത്, റബ്ബേ നീ സാക്ഷിയാണ്, എന്റെ മോനെ ഞാൻ ഈ പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുത്തു റബ്ബേ, നീ അതിന്റെ സാക്ഷിയാണ്. ഹൂറുല്ലീനാണ് എന്റെ മോന് ഭാര്യയായി വരേണ്ടത്. എന്റെ മരുമകൾ ഇനി മുതൽ ഹൂറുല്ലീനാണെന്ന് ഉമ്മ ഇബ്രാഹിം റളിയല്ലാഹു അൻഹ എന്താണ് വിലയെന്നറിയുമോ? ബിബദലി മുഹ്ജതിഹി ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ എന്റെ മോൻ അവന്റെ ജീവൻ തരും റബ്ബേ, അതിന് പകരം ഈ മോളെ നീ കെട്ടിച്ചു കൊടുക്കണം. എന്റെ മോൻ ഇവളെയാ വിവാഹം ചെയ്യാൻ പോകുന്നത്. തെറ്റിലേക്ക് എന്റെ മോൻ തിരിച്ചു വരാനും പാടില്ല. ആ കണ്ടീഷനിൽ റബ്ബേ നീ സാക്ഷിയാക്കി ഈ വിവാഹം ഞാൻ നടത്തുന്നുവെന്ന് പറഞ്ഞ ഉമ്മയാ ഉമ്മ ഇബ്രാഹിം അൽ ബസരിയ അൽ ഹാഷിമിയ റളിയല്ലാഹു അൻഹാ. തന്റെ മോനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മഹദി റളിയല്ലാഹു അൻഹ ഉമ്മ വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫതഖബ്ബൽഹു ഹദിയതൻ മിന്നീ ലക് യാ അർഹമർ റഹീമീൻ, കാരുണ്യവാന്മാരിൽ കാരുണ്യവാനായവനേ, എന്റെ ഈ മോനെ നിനക്ക് ഞാൻ ഹദിയ തന്നിരിക്കുന്നു റബ്ബേ. എന്നിട്ട് അവർ തിരിച്ചുപോയി. വീട്ടിൽ പോയി 10,000 ദീനാർ കൊണ്ടുവന്നു. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് അൽ ബസ്രിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞ 10,000 ദിർഹം നിങ്ങളുടെ സൈന്യത്തിൽ ആവശ്യമുള്ള ആളുകൾക്കുള്ള വാഹനവും അവരുടെ ആയുധങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ എന്റെ വക ഇതാ 10,000. എന്റെ മോൻ നിങ്ങളുടെ കൂടെ വരുന്നു, അവൻ പിളയാണ്, അവന്റെ കല്യാണം നടക്കുന്ന സ്വർഗലോകത്താവണമെന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് മക്കളെ ദീനിൽ ഒരുക്കി കൊടുത്ത ഉമ്മമാർ എത്രയാണ് ഉമ്മത്തിന് കഴിഞ്ഞു പോയത്. ഇബ്രാഹിം എന്ന പൊന്നുമോൻ മഹാനായ അബ്ദുൽ വാഹിദ് എന്നവരുടെ കൂടെ ധർമ്മസമരത്തിനിറങ്ങുന്നു. വളരെ ചെറിയ പ്രായമാണ്. ബഹുമാനപ്പെട്ട ആ കുഞ്ഞിങ്ങനെ വന്നപ്പോഴാ ആ സൈന്യത്തിലുണ്ടായിരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയിരിക്കുന്ന ആളുകൾ മുഴുവനും ഓതാൻ തുടങ്ങി. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നഹ്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. അല്ലാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും വാങ്ങിയിരിക്കുകയാണ്. അല്ലാഹു വാങ്ങിയിരിക്കുന്നു. ചില ആളുകളിൽ നിന്ന് സമ്പത്തും ശരീരവും റബ്ബ് വാങ്ങി. ബിഅന്ന ലഹുമുൽ ജന്നഹ്, അവർക്കതിന് പകരം സ്വർഗമുണ്ട്. ഈ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. ഈ കുഞ്ഞിനെ കണ്ടപ്പോ മഹാനായ ഇബ്രാഹിം എന്ന ഈ പൊന്നുമോൻ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ മഹദി ഉമ്മ ഇബ്രാഹിം എന്നവർ മോനെ അവസാനമായി ചില ഉപദേശങ്ങൾ കൊടുത്തു. ഒരു സമ്മാനം കൂടെയുണ്ട് ഉമ്മയുടെ വക. കഫംപുടയാണ്. കഫനൻ വഹനൂതൻ. ഹനൂത്ത് എന്ന് പറഞ്ഞാൽ കുന്തിരിക്ക. നമ്മള് കഫംപുടയിൽ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹനൂത്ത് മോന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ശത്രുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ ശത്രുക്കൾ നമ്മൾ വളഞ്ഞിരിക്കുകയാണ്. ഇതിന് ചുറ്റും ബസറൊക്കെ ചുറ്റും ശത്രുക്കളാണ്. ഇവിടെ യുദ്ധത്തിലേക്ക് മോൻ ഇറങ്ങിയാൽ മോൻ ധരിക്കേണ്ടത് ഈ കഫനാണ്. ഈ വസ്ത്രത്തിൽ ഹാനൂത്ത് പൊതിയണം, മോൻ അതിൽ വിതരണം. എന്നിട്ട് മോൻ ധരിക്കേ, എന്നിട്ട് നീ സ്വർഗത്തിലേക്ക് പോകുന്ന കഫംപുടയാ ഈ ഉമ്മ തരുന്നതെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിന്റെ കയ്യിൽ കഫംപുടയും ഹാനൂത്തും കൂടെ ചെറുപ്പക്കാരനെ 10-20 വയസ്സുള്ള ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ ഉമ്മ കൊടുത്തു. ഉമ്മു ഇബ്രാഹിം അൽ ഹാഷിമിയ അൽ ബസ്രിയ റളിയല്ലാഹു അൻഹാ മോനോടൊരു കാര്യം പറഞ്ഞു, മോനെ ഇയ്യാക സുമ്മ ഇയ്യാക അൻ യറാക അല്ലാഹു മുഖസ്സറൻ ഫീ സബീലിഹി. മോനെ അല്ലാഹു നിന്നെ കണ്ടുപോകുന്നത് നീ അവന് വേണ്ടി ത്യാഗം ചെയ്യുന്ന അവസ്ഥയിലാവണം. മോനെ നീ ഒന്നും പണിയെടുക്കാതെ നടക്കുന്ന അല്ലാഹു കാണേണ്ടി വരരുത്. ഇയ്യാക സൂക്ഷിക്കണം മോനെ. എന്നിട്ട് മോനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് മോന്റെ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, മോനെ ലാ ജമഅ അല്ലാഹു ബൈനി വ ബൈനക ഇല്ലാ ബൈന യദൈഹി ഫീ അർശാത്തിൽ ഖിയാമ. മോനെ ഇനി ഞാനും മോനും കണ്ടുമുട്ടുന്നത് നാളെ പരലോകത്ത് വെച്ചായിരിക്കണം. മോനെ നമ്മൾ രണ്ടാളും ഇനി ഈ ലോകത്ത് കണ്ടുമുട്ടരുത് എന്ന് പറഞ്ഞ് മോനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഉമ്മ വെച്ച് യാത്ര അയച്ചു കൊടുക്കുന്നു മഹദി ഉമ്മ ഇബ്രാഹിം റളിയല്ലാഹു അൻഹ. ആ യുദ്ധം ആരംഭിച്ചു. അബ്ദുൽ വാഹിദ് എന്നവർ പറയുന്നു, അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. ധീരമായി പോരാടി ശത്രുക്കളോട് ആഞ്ഞടിച്ചു. ആ ചെറുപ്പക്കാരനെ ഒരുപാട് ആളുകൾ കൂടി വളഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ വധിച്ചു. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറയുകയാണ്. ഇത് കണ്ടപ്പോ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ആരും ഉമ്മ ഇബ്രാഹിമിനോട് മോൻ മരിച്ചു വിവരം പറയണ്ട.
ഞാനായിട്ട് പോയിട്ട് പറയാം. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞവർക്ക് വിഷമം തോന്നിയാൽ മഹദി ചെയ്ത ഈ ത്യാഗം ആ വിഷമം കൊണ്ട് നശിച്ചു പോകും. അതുകൊണ്ട് ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാം, നിങ്ങൾ ആരും പറയരുത്. മഹാനായ അബ്ദുൽ വാഹിദ് എന്നവരും സംഘവും ബസ്റയിലേക്ക് തിരിച്ചു വന്നപ്പോ മഹദി ഉമ്മ ഇബ്രാഹിം എന്നവർ ദൂരെ നിന്ന് കണ്ടു. യാ അബാ ഉബൈദ്, അബ്ദുൽ വാഹിദ് എന്നവരെ, യാ അബാ ഉബൈദ്, ഹൽ ഖുബിലത് മിന്നി ഹദിയതി ഫൗഹന്ന അം റുദ്ദത് അലയ്യ ഫൗഅസ്സ. എന്റെ സമ്മാനം അല്ലാഹു സ്വീകരിച്ചുവോ? അത് സ്വീകരിച്ചെങ്കിൽ എന്നോട് ആശീർവദിക്കണം. എന്റെ സമ്മാനം അല്ലാഹു തിരിച്ചയച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നോട് അനുശോചനം അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത്, ഖദ് ഖുബിലത് വല്ലാഹ്, തീർച്ചയായും നിങ്ങളുടെ ആ സമ്മാനം അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. അൽആന ഇബ്രാഹിം ഹയ്യുൻ യുർസഖു മഅശ്ശുഹദാ. ഇന്നേരം ഇബ്രാഹിം ശുഹദാക്കളുടെ കൂടെ ഭക്ഷണം നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മോൻ ഷഹീദാണെന്ന് പറഞ്ഞപ്പോ ഫഖറത് സാജിദതൻ ലില്ലാഹി ശുക്റാ, ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദിൽ വീണുപോയി ഇബ്രാഹിം എന്നവരെ. മോന്റെ മരണവാർത്തയാണ് കേൾക്കുന്നത്. ഹലാലിൽ നല്ല നിലക്ക് മരിക്കുന്ന മരണം കേൾക്കുന്നത് നല്ല റാഹത്തല്ലേ, സന്തോഷമല്ലേ? നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലേ? നേരെ മറിച്ചാണെങ്കിൽ എന്താണ് സ്ഥിതി? വ്യഭിചരിച്ചുകൊണ്ട് മരിക്കുന്നവരില്ലേ? ദുബൈയിൽ തന്നെ വ്യഭിചാരം നടത്തി കാറിൽ വ്യഭിചരിച്ചുകൊണ്ട് കിടന്ന് കാർ ഷെഡിൽ ഷട്ടറും താത്തി വെച്ചിട്ട് കാർ ഓൺ ചെയ്തതിന്റെ പേരിൽ പുക ഉയർന്നു വന്ന് ശ്വാസം മുട്ടിയിട്ട് വസ്ത്രം പോലും ദേഹത്തില്ലാതെ അന്യ പെണ്ണിന്റെ കൂടെ കടന്ന് മരിച്ചുപോയ മലയാളി മുസ്ലിമുണ്ട്. അല്ലാഹു ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കട്ടെ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മരണം നടക്കുന്നതെങ്കിൽ, മദ്യപിച്ചുകൊണ്ടോ വ്യഭിചരിച്ചുകൊണ്ടോ ഒരു ബാറിലോ ഒരു സിനിമാ തിയേറ്ററിലോ കിടന്നാ നമ്മൾ മരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആ മരണം നമ്മൾ സ്വീകരിക്കുന്നത്? എന്തായിരിക്കും അവസ്ഥ? എന്താണ് ആ വിഷയത്തിന്റെ ഗൗരവം? മഹാനായ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഫഖറത് സാജിദതൻ ലില്ലാഹി ശുക്റാ, ശുക്ർ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ആ ഉമ്മ പറഞ്ഞ വാക്കതാണ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. അൽഹംദുലില്ലാഹില്ലദീ ലം യുഖയ്യിബ് ദന്നി, എന്റെ പ്രതീക്ഷകൾ നിഷ്ഫലമാക്കിയില്ലല്ലോ അല്ലാഹുവേ. വതഖബ്ബല നസുകി, എന്റെ ഇബാദത്തുകൾ സ്വീകരിച്ചുവല്ലോ അല്ലാഹുവേ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചുപോയി. പിറ്റേന്ന് അതിരാവിലെ വരുന്ന പള്ളിയിലേക്ക്, മഹാനായ അബ്ദുൽ വാഹിദ് ബിൻ സൈദുൽ ബസ്രി നിൽക്കുന്ന പള്ളിയിലേക്ക് വന്നു ഈ ഉമ്മ. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ അബാ ഉബൈദ്, പണ്ഡിതരെ, ഗുരുവര്യരെ, നിങ്ങൾക്ക് സലാം. ബുഷ്റാക ബുഷ്റാക, സന്തോഷമുണ്ട് സന്തോഷമുണ്ട്. അന്ന് രാത്രി കടന്ന് രാവിലെ വന്നു ഈ ഉമ്മ, സന്തോഷമുണ്ട് സന്തോഷമുണ്ട്. ഈ മഹാനായ പണ്ഡിതൻ ചോദിച്ചു, ലാസിൽതി മുബശ്ശിറതൻ ബിൽ ഖൈർ, ഇനിയും സന്തോഷമുണ്ടോ? പറഞ്ഞോളൂ. ആ ഉമ്മ പറഞ്ഞു, ഇന്നലെ എന്റെ മോൻ ഇബ്രാഹിമിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. റുഇയ സ്വാലിഹ, സജ്ജനങ്ങൾക്ക് അല്ലാഹു സത്യസന്ധമായ സ്വപ്നം നൽകുന്നുണ്ട് എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഫലഖിൽ ഫജ്ർ, പ്രഭാത വെളിച്ചം പോലെ പച്ചയായി പുലർന്നു വരുന്ന ചില യാഥാർത്ഥ്യമുള്ള സ്വപ്നങ്ങൾ കാണിക്കും. ഉമ്മ ഇബ്രാഹിമും സ്വപ്നം കണ്ടു. ഞാൻ എന്റെ മോനെ കണ്ടു ഫീ റൗളത്തിൻ ഹസനാ, മനോഹരമായ ഒരു ഇരിപ്പിടത്തിൽ, ഒരു തോട്ടത്തിൽ, സ്വർഗലോകത്ത് എന്റെ മോൻ ഇബ്രാഹിമിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുവര്യരെ, വഅലൈഹി ഖുബ്ബത്തുൻ ഖളറാ, ഇരിക്കുന്നിടത്ത് മുകളിൽ ഒരു പച്ച കുബ്ബയുമുണ്ട്. വഅലാ സരീരിൻ മിനൽ ലുഅ്ലുഇ, മുത്തുകളും പവിഴങ്ങളും പുതച്ച ഒരു കട്ടിലിൽ എന്റെ മോൻ കിടക്കുന്നുണ്ട്. വഅലാ റഅസിഹി താജുൻ വൈകലീൽ, രാജകീയ അടയാളങ്ങളുള്ള കിരീടം എന്റെ മോന്റെ തലയിലുണ്ട്. എന്റെ മോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അബ്ശിരി ഉമ്മ, ഉമ്മ സന്തോഷിച്ചോളൂ. ഫഖദ് ഖുബിലൽ മഹ്ർ, നിങ്ങളുടെ മഹർ അല്ലാഹു സ്വീകരിച്ചു. വസുഫത്തുൽ അറൂസ്, പുതുനാരിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നു. മഹർ അല്ലാഹു സ്വീകരിച്ചു ഉമ്മ എന്ന് എന്റെ മോൻ എന്നോട് ഇന്നലെ പറഞ്ഞ ആ സന്തോഷം നിങ്ങളോടൊന്ന് പറയാൻ വന്നതാണെന്ന് അബ്ദുൽ വാഹിദ് സൈദുൽ ബസ്രിയോട് ഉമ്മ ഇബ്രാഹിം പിറ്റേന്ന് വന്ന് പറയുന്നു. ഇവരൊക്കെയാ ഈ സമൂഹത്തിൽ മൂല്യമുള്ള മക്കളെ വളർത്തിയത്, സംസ്കാരമുള്ള മക്കളെ സമ്മാനമായി നൽകിയത്. എത്രയാണ് ഇതുപോലെയുള്ള മഹത്തുക്കൾ. ഉഹദ് യുദ്ധം നടക്കുമ്പോ ശത്രുക്കൾ ഒരു റൂമർ പരത്തിവിട്ടു, മുത്തുനബി മരിച്ചു എന്ന്, ഹബീബായ നബി തങ്ങൾ മരിച്ചു എന്ന് ഒരു റൂമർ, ഒരു കള്ളപ്രചരണം നടത്തുകയുണ്ടായല്ലോ. ആ സമയത്തല്ലേ ഒരു പെണ്ണ് വന്ന് ചോദിച്ചത്, എന്താ മുത്തുനബിക്ക് പറ്റിയത്? പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവ് ഈ യുദ്ധത്തിൽ ഉഹദിൽ ഷഹീദാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്റെ ഭർത്താവ് പോയല്ലേ,
മാ ഫഅല റസൂലുള്ളാഹ് എന്താണ് പറ്റിയത് ചോദിച്ചു. പെങ്ങളെ, നിങ്ങളുടെ ഉപ്പ ഈ യുദ്ധത്തിൽ ഷഹീദാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ ഉപ്പയും മരണപ്പെട്ടല്ലേ. മാ ഫഅല റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരൂ. പെങ്ങളെ, ഖുതില ഇബ്നുകി, നിങ്ങളുടെ മോൻ ഈ യുദ്ധത്തിൽ ഷഹീദാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുടുംബത്തിലെ 3 പ്രധാനികൾ നഷ്ടപ്പെട്ടപ്പോഴും ആ ഉമ്മ ചോദിച്ചു, അൻസ്വാരിയത്തായ പെണ്ണ് ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹ്, എന്താ നബി തങ്ങൾക്ക് പറ്റിയത്? അവർ പറഞ്ഞു, നബി തങ്ങൾ ഹുവ ബിഖൈർ, കുഴപ്പമില്ല. വല്ലാഹി ലാ യഹ്ദഉ ലീ ബാൽ വലാ യഖറു ലീ ഖറാർ ഹത്താ അറാഹു ബി ഉമ്മി ഐനി. എന്റെ കണ്ണുകൊണ്ട് നബിയെ കാണാതെ എനിക്ക് സമാധാനം വരില്ല. ഹബീബിനെ കാണിച്ചു തരുമോ? നബി മരിച്ചുവെന്നാ ഞാൻ കേട്ടത്, ഹബീബ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു വന്ന പെണ്ണ്. നബിയെ കണ്ടപ്പോൾ ബക്കത്ത്, അവർ കരഞ്ഞുകൊണ്ട് ഹബീബിനെ കണ്ട സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞങ്ങൾക്ക് നബിയെ നിസ്സാരമാ. നബിയെ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏത് മുസീബത്തും ഞങ്ങൾക്ക് പ്രശ്നമല്ല. കുല്ലു ഫഖദിൻ ഗൈറ ഫഖദിക യഹൂനു യാ റസൂലല്ലാഹ്. ആര് നഷ്ടപ്പെട്ടാലും അങ്ങ് നഷ്ടപ്പെടരുത് നബിയെ. ആ സ്നേഹമാണ് ഈമാനിന്റെ മധുരം കിട്ടുന്ന സ്നേഹം. ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആരാണ്? അല്ലാഹുവും റസൂലുമാണ്. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, ഏറ്റവും നല്ല മഹതിമാരായി, നല്ല ഉമ്മമാരായി, നല്ല രക്ഷിതാക്കളായി എന്റെ സഹോദരന്മാരെ, ഉപ്പമാരെ, മക്കൾക്ക് തർബിയത്ത് ചെയ്ത് അവർക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന നല്ല മാതൃകകളായി നമ്മളങ്ങ് മാറിയില്ലെങ്കിൽ അവർ പിന്നെ കണ്ടുപഠിക്കുന്നത് നമ്മുടെ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെടുന്നവരെയാണ്. അവർക്ക് ആഖിറമുണ്ടോ? അവർക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ? അവർക്ക് അല്ലാഹുവിനെ പറ്റി അറിയുമോ? നബിയെ പറ്റി അറിയുമോ? ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് അറിയുമോ? അതുകൊണ്ട് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കിൻ. ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് റോൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഭരണം നിങ്ങൾ അണിയണം. അത് സ്വർണമല്ല, അത് വൈഡൂര്യമല്ല, അത് ഡയമണ്ടുകളല്ല. നിങ്ങൾ അണിയുന്ന സ്വർണം അൽ ഹയാ, ലജ്ജയും നാണവും എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം അതാണ്. ആ ലജ്ജ വെച്ച് ചീന്താനാ നമ്മുടെ ചുറ്റുപാടിലുള്ളവർ ശ്രമിക്കുന്നത്. നമ്മുടെ കലാകാരന്മാർ ആഗ്രഹിക്കുന്നത് നമ്മുടെ പെങ്ങന്മാർ അഴിഞ്ഞാടി നടക്കാനാണ്. അവരുടെ പച്ച ശരീരം കണ്ട് കുത്തി തിന്നാനാണ്. പെണ്ണെ, ഹയാ വേണം, ലജ്ജ വേണം. ലജ്ജയ്ക്ക് ഞാൻ ഉദാഹരണമായി പറയുന്നത് മുത്തുനബിയുടെ മോളെ തന്നെയാ, ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹാ. അതിലപ്പുറം മാതൃക കാണിക്കാൻ പിന്നെ ആരുണ്ട്? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനികളുടെ നേതാവല്ലയോ ഫാത്തിമ റളിയല്ലാഹു അൻഹ. മരണമാസന്നമായപ്പോഴ അസ്മാഉ ബിൻതു ഉമൈസ് ബീവിയോട് പറഞ്ഞത്, അസ്മാഉ ബീവി, യാ അസ്മാ ഇന്നി ലഅസ്തഹി, എനിക്ക് നാണം തോന്നുന്നു അസ്മാ, അൻ നുഖ്റജ ഗദൻ അലർ റിജാൽ മിൻ ഖിലാലി ഹാദൻ നഅ്ശ് ജിസ്മി. ഈ മയ്യത്ത് കട്ടിലിൽ എന്റെ ശരീരം കൊണ്ടുപോകുമ്പോ ആണുങ്ങൾ, പുരുഷന്മാർ എന്റെ ശരീരത്തിലേക്ക് നോക്കില്ലയോ അസ്മാ, ഇത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ കരഞ്ഞ മഹദിയ 20 വയസ്സ് പ്രായത്ത് മരിക്കുമ്പോ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അന്ന് മയ്യത്ത് കട്ടിൽ എന്ന് പറയുന്നത് കേവലം ഒരു പലകയായിരുന്നു. അതിന്റെ മീതെയാ കിടത്തുന്നത്. ഞാനൊരു പെണ്ണല്ലയോ, എന്റെ ശരീരം വസ്ത്രം കൊണ്ട് പുതഞ്ഞ് കഫൻ ചെയ്താൽ പോലും പുരുഷന്മാർക്കിടയിലൂടെ എന്നെ കൊണ്ടുപോകുമ്പോ ആളുകൾ എന്നെ നോക്കില്ലയോ, അതോർത്തുകൊണ്ട് എനിക്ക് നാണമാകുന്നുവെന്ന് പറഞ്ഞപ്പോഴാ അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അവലാ നസ്മഉ ലകി ശൈഅൻ റഅയ്തുഹു ഫിൽ ഹബശ. എത്യോപ്യയിൽ ഞങ്ങൾ കണ്ട ഒരു അനുഭവമുണ്ട്. അവിടുത്തെ മയ്യത്ത് കട്ടിലുകൾ ഒരു പെട്ടി പോലെയാണ്. സൈഡുകളിൽ പലകകളുണ്ട്, സൈഡുകളിൽ തടവുകളുണ്ട്. മീതെ ഒരു വസ്ത്രം അവർ പുതുക്കുകയും ചെയ്യും. അങ്ങനെ കൊണ്ടുപോയാൽ മതിയോ ഫാത്തിമ? കേവലം ഒരു പലകയിൽ കിടത്തുന്ന സമ്പ്രദായം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കി തരട്ടെ, ഒന്ന് കാണിച്ചു തരൂ. അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ 4-5 പലകകൾ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട്, ഇങ്ങനെയായിരിക്കും ഫാത്തിമ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്, സന്തോഷമായോ എന്ന് പറഞ്ഞപ്പോഴാ മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഒരു പലക കൊണ്ടുവന്നു, സൈഡുകളിൽ പലക വെച്ചു, ബാക്ക് 2 തലഭാഗത്തും കാലുഭാഗത്തും ചെറിയ പീസ് വെച്ചു, എന്നിട്ട് മീതെ ഒരു വസ്ത്രം കൊണ്ട് പുതച്ചു.
ഇന്ന് കൊണ്ടുപോകുന്ന പോലെ. ആ കാഴ്ച കണ്ടപ്പോ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. സതറകില്ലാ കമാ സതറതീനി, അസ്മാ, നിങ്ങൾ എന്നെ മറച്ചു എന്ന പോലെ അള്ളാഹു നിങ്ങളുടെ സർവ്വ തിന്മകളും അള്ളാഹു മറച്ചു തരട്ടെ എന്ന് അസ്മാ ബീവിക്ക് ദുആ ചെയ്തു കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റോഡിലൂടെ നടക്കുന്ന ഒരു വേഷത്തെക്കുറിച്ചല്ല ബീവി പറയുന്നത്. വിവാഹങ്ങളിൽ അന്യപുരുഷന്മാർക്കിടയിൽ കൂടിക്കലരുന്ന ഏർപ്പാടിനെ കുറിച്ചല്ല മഹദി പറയുന്നത്. വിവാഹം നടക്കുന്ന സമയത്ത് പുതിയ പെണ്ണിന്റെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ ഒരു പുരുഷനെ ക്യാമറയും വെച്ച് പിടിപ്പിച്ച് അവളുടെ ബെഡ്റൂമിലേക്ക് കയറി ചെന്ന് വാതിലടച്ച് ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തോന്നിവാസത്തെ കുറിച്ചല്ല ബീവി പറയുന്നത്. ബീവി പറയുന്നത് മരിച്ചു പോകുമ്പോ, മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോ, എന്റെ ശരീരം കഫൻ ചെയ്ത് പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ പുരുഷന്മാർ നോക്കിക്കാണില്ലയോ, അതെനിക്ക് നാണമാവുന്നുവെന്ന് പറഞ്ഞ് മുത്തുനബിയുടെ പൊന്നുമോള ഫാത്തിമത്തു സഹറാ, സ്വർഗീയ വനിതകളുടെ നേതാവെന്ന് ഹബീബ് പറഞ്ഞ ഫാത്തിമ ബിൻത് മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹ. ഉമ്മമാരെ, സംസ്കാരവും ആദർശവും നാണവും എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിലപ്പുറം ഒരു ഉദാഹരണം ആവശ്യമില്ല. അതുകൊണ്ട് ദീനിലേക്ക് വരണം. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് നമ്മൾ വന്നപ്പോഴാ അല്ലാഹു നമുക്ക് അഭിമാനം നൽകിയത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നാം ഒരു സമുദായമാ, നമുക്ക് അല്ലാഹു അഭിമാനം തന്നത് മുസ്ലിമീങ്ങളായി ജീവിച്ചപ്പോഴാണ്, ഇസ്ലാം മനസ്സിലാക്കിയപ്പോഴാ, അല്ലാഹുവിന്റെ അടിമത്തത്തിൽ ജീവിച്ചപ്പോഴാ. അതുകൊണ്ട് വമൻ ഇബ്തഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്, ഇസ്ലാമിന്റെ സംസ്കാരം മാറ്റിവെച്ചുകൊണ്ടാണ് അഭിമാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടെ അല്ലാഹു വരുത്തൂ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ആ മഹാവാക്യം ഒരിക്കലും നമ്മുടെ ചെവിയിൽ നിന്ന്, കർണപുടങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവാതെ, നഷ്ടപ്പെട്ടു പോവാതെ നമ്മുടെ കൈമുതലായി ദീനിലേക്കുള്ള വരവ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, ഹബീബിനോടുള്ള സ്നേഹം കൈമുതലാക്കുക. അല്ലാഹു തആല നമ്മെ സഹായിക്കട്ടെ. നല്ല മാതൃകകളായി നമ്മുടെ വനിതകളും നമ്മുടെ സഹോദരങ്ങളും മാറി നമ്മുടെ മക്കൾ, അവരും നമ്മളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല കാലം, ഒരു ഒരു സുഹൃത്തം അനുഭവിക്കുന്ന ആ ഒരു മഹാനുഭവത്തിന് അല്ലാഹു നമ്മെ സാക്ഷികളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ. اللهم اغفر لنا ولآبائنا وأمهاتنا ولمن أطعمنا وسقانا ولكل من بنى لك مسجدا وسعى فيه بخير يا رب العالمين. أرحم الراحمين يا رب. ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അവർക്കൊക്കെ നീ അവരുടെ സദുദ്ദേശം നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ.